മുജാഹിദ് പക്ഷത്തു നിന്നും അതിന് 10 ഉത്തരങ്ങൾ സുന്നി പക്ഷത്തു നിന്നുമാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മുടെ വ്യവസ്ഥ പ്രകാരം ഒരു അവലോകനമോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. പുറത്തിറങ്ങുമ്പോഴും മറ്റു രൂപങ്ങളിലൊന്നുമുള്ള ഒരു പ്രകടനങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആരിൽ നിന്നും ഉണ്ടാവരുത്. ഈ പ്രദേശത്തെ പ്രത്യേക സാഹചര്യങ്ങളും മറ്റുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്ന അതേ രൂപത്തിൽ തന്നെ തിരിച്ചു പോകണം. വിജയം മനസ്സിലൊതുക്കി അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ നല്ലൊരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായി തന്നെ തിരിച്ചു പോകണം. ഈ പ്രദേശത്തിൻ്റെയൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ ശാന്തരായി തന്നെ തിരിച്ചു പോകണം. ഇതുവരെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ പരിപാടി നമ്മളിവിടെ നടത്തിക്കൊണ്ടുവന്നത്. നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അതിനേക്കാൾ മനോഹരമായി ബാക്കിയുള്ള ഈ ഒരു സെഷൻ കൂടി അവസാനിക്കുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുകയും തീരുമാനമാവുകയും ചെയ്യും. എന്തായാലും ശരി, പ്രകടനങ്ങളോ മറ്റുള്ള രൂപങ്ങളിലുള്ള ബാഹ്യമായ പുറത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു പരിപാടികളും ഇരുഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് അവരുടെ മധ്യസ്ഥൻ എന്ന നിലക്ക് അമീർ ഒതുക്കുങ്ങലും അതുപോലെ തന്നെ ഞാനും ഒക്കെ ഞങ്ങൾ ആലോചിച്ച് അങ്ങനെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് ബാക്കിയുള്ള ഈ സമയങ്ങൾ പരമാവധി സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി പരിപൂർണമായ വിജയത്തിലെത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മുജാഹിദ് പക്ഷത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ 4 മിനിറ്റായിരിക്കും. അതിന് 5 മിനിറ്റ് മറുപടി ഉണ്ടായിരിക്കും. കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പരിപാടി അവസാനിക്കും. 4 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ഈ സംവാദം പരിപൂർണമായും പര്യവസാനിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുജാഹിദ് പക്ഷത്തിൻ്റെ ആളുകളിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, നേരത്തെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൻ്റെ ചോദ്യോത്തര സെഷനിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇതുവരെയും നാം വിശദീകരിച്ചതുപോലെ റഹ്മാനായ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ, അഥവാ മനുഷ്യ കഴിവിനതീതമായതും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സൃഷ്ടി കഴിവിനതീതമായതും അല്ലെങ്കിൽ അദൃശ്യമായ മാർഗത്തിലുള്ളതും കാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്ക് ഉള്ള തേട്ടങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആകാവൂ എന്നും അത് മറ്റാരിലേക്ക് പോയാലും അമ്പിയാക്കളോ ഔലിയാക്കളോ മലക്കുകളോ ജിന്നുകളോ അടക്കമുള്ള ഏതു സൃഷ്ടിയിലേക്കാണെങ്കിലും അത് ശിർക്ക് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് പ്രകാരമാണ് ഞങ്ങളുടെ വാദം രേഖപ്പെടുത്തിയത്. ആ വാദത്തിന് തെളിവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഏതൊരാൾക്കും ബോധ്യമാകുന്ന വിധം ആയത്തും ഹദീസും ഖുർആൻ തഫ്സീറിന്റെ ഉദ്ധരണിയും ഇവരുടെ തന്നെ നേതാക്കന്മാർ എഴുതി വെച്ച അൽ ഖൗലു സദീദ് പോലുള്ള പുസ്തകങ്ങളുമെല്ലാം ഉന്നയിച്ചുകൊണ്ട് വളരെ വിശദമായി നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അതിൽ നിന്ന് 2 തരം സഹായമുണ്ട് എന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കി. ഒന്ന് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സഹായം, മറ്റൊന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായവുമാണ് അല്ലാഹ് അവിടെ പറഞ്ഞത്. അതിനാണ് തഫ്സീർ റാസി ഞാൻ വായിച്ചത്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, സഹായം 2 തരമുണ്ട്. ഒന്ന് മാ ലാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ലഭ്യമല്ലാത്തത്. അതാണ് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് എന്നർത്ഥം. രണ്ടാമത് വമിൻഹാ മാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത്.
സമാനമായി ധാരാളം പ്രയോഗങ്ങൾ തഫ്സീറിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ലാകിന്നഹു അലാ ഖിസ്മൈൻ. തഈദ് യഥാർത്ഥ റബ്ബിൽ നിന്നാണെങ്കിലും രണ്ടു തരമുണ്ട്. ഒന്ന് കാര്യകാലത്തിൽ ഉള്ളിൽപ്പെട്ടത്, ഒന്ന് അതിന് അതീതമായത്. ഈ ആയത്തും ഇതിന്റെ തഫ്സീറും വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹി എന്ന ഹദീസും അതിന്റെ ശറഹും സമാനമായ മറ്റ് ധാരാളം ആയത്തുകളും ഹദീസുകളും അതിലെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളും അതാണ് ഞങ്ങളുടെ വാദത്തിന് ഞങ്ങൾക്കുള്ള തെളിവ്. അത് ഞങ്ങൾ സമർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ വാദമായി എഴുതിയത് അമ്പിയായോടും ഔലിയായോടും ഒരാൾ സഹായം തേടുമ്പോൾ ഖാലിഖാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ അത് ശിർക്കല്ല എന്നാണ്. അത് എഴുതിയതാവട്ടെ അമ്പിയായോടും ഔലിയായോടുമുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാനാണ് താനും. എങ്കിൽ അവിടെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് ചർച്ചക്കെടുക്കേണ്ടി വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളെ മൗലവി സാഹിബ് 4 മിനിറ്റ് പ്രസംഗിക്കാണോ ചെയ്തത്, ചോദ്യം ചോദിക്കാണോ ചെയ്തത്? ഒരൊറ്റ ചോദ്യവും അദ്ദേഹം ചോദിച്ചില്ല. ഒറ്റ ചോദ്യം ചോദിച്ചില്ല. എത്ര ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്? ഒരു ചോദ്യവും അദ്ദേഹം ചോദിച്ചില്ല. അദൃശ്യം, മനുഷ്യ കഴിവിന് അതീതം, അത് ചിലപ്പോൾ പറയും സൃഷ്ടി കഴിവിന് അതീതം. ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. മനുഷ്യ കഴിവിന് അതീതം എന്നാണോ പറയേണ്ടത്, സൃഷ്ടി കഴിവിന് അതീതം എന്നാണോ പറയേണ്ടത്? സൃഷ്ടി കഴിവിന് അതീതം എന്ന് പറഞ്ഞതിന്റെ പേരില് മറ്റേ കൂട്ടർ മുശ്രിക്കാണ്, മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞതിന്റെ പേരില് നിങ്ങൾ മുശ്രിക്കാണ് എന്നൊക്കെയാണല്ലോ മുജാഹിദുകൾ തമ്മിൽ ഇപ്പോ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആരോപണം ലോക മുസ്ലിമീങ്ങൾക്ക് നേരെ തിരിച്ചുവിടാൻ ഞങ്ങൾ ഒരിക്കലും തന്നെ സമ്മതിക്കില്ല. ഒരൊറ്റ തെളിവും ഞങ്ങൾ 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയും പറയാതെ, അതിന്റെ നിർവചനത്തിന് ആധികാരികമായ പ്രമാണം പറയാതെ, സക്കരിയ സാഹിബും സക്കരിയ മൗലവിയും ജബ്ബാർ മൗലവിയും നടത്തിയ ഈ വൈരുദ്ധ്യാത്മകതയിലേക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടിയപ്പോൾ അതിനെക്കുറിച്ചൊരു സമന്വയം നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയ മൗലവിമാർ ഇപ്പൊ പറയുന്നത് റാസിയാണ് ഞങ്ങളുടെ ആകെ തെളിവ് എന്നാണ്. എന്താ റാസിയിൽ പറയുന്നത്? ഇബാറത്ത് മുഴുവൻ വായിക്കണം, ഇബാറത്ത് മുഴുവൻ വായിക്കണം. റാസിയിൽ എന്താ പറഞ്ഞത്? അത്തഈദു ഇല്ല ലൈസ ഇല്ലാ മിനല്ലാഹ്. ശക്തി തരൽ അല്ലാഹുവിന്റെ വക്കിൽ നിന്ന് മാത്രമാണ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ കൂടാതെ, കാരണങ്ങളുടെ മധ്യസ്ഥത കൂടാതെ. 2, മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ മുഖാന്തിരം. ഇങ്ങനെ 2 തരം അള്ളാഹുവിന്റെ, രണ്ടും അള്ളാഹിന്റെതാണെന്നാ, രണ്ടും അള്ളാഹുവിന്റെതാണ്. ഒന്ന് അള്ളാഹുവിന്റെ ഈ രൂപത്തിലുള്ളത് കൊണ്ടും മറ്റേത് മുഅ്മിനീങ്ങളെ കൊണ്ടും. മുഅ്മിനീങ്ങളിൽ നിന്നും എന്നല്ല മൗലവി അർത്ഥം വെച്ചോട് തെറ്റിക്കണേ. വബിൽ മുഅ്മിനീൻ. എവിടുന്നാ മുഅ്മിനീങ്ങളിൽ നിന്നും അർത്ഥം കിട്ടിയത് നിങ്ങൾക്ക്? വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട്. എന്നിട്ട് എന്താ മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തിന്റെ കൂട്ടം എന്താ? അദ്ദേഹം തന്നെ പറയാ, ഇമാം റാസി പറയാണ്, ثم إنه تعالى ബയ്യന അന്നഹു കൈഫ അയ്യദഹു ബിൽ മുഅ്മിനീൻ. അല്ലാഹു എങ്ങനെയാ മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിച്ചത് എന്ന് അല്ലാഹു തന്നെ പറയട്ടെ. ഫഖാല, അല്ലാഹു പറയുന്നു, വഅല്ലഫ ബൈന ഖുലൂബിഹിം, മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കം നൽകി. ലൗ അൻഫഖത, നബിയെ അങ്ങ് ചെലവാക്കുകയാണെങ്കിൽ, മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കുകയാണെങ്കിൽ, മാ അല്ലഫത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കാൻ നബിയെ അങ്ങേക്ക് കഴിയൂല. അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്ത സഹായം അല്ല തന്നെ ചെയ്തതാണ്. നബിയെ അങ്ങ് അവരുടെ ഇടയിൽ തഅലീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്കത് നടത്താൻ കഴിയില്ല. അപ്പൊ നബിക്ക് കഴിയാത്തതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? നബിക്ക് കഴിയാത്ത അല്ല ചെയ്തു തന്നു, അതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? ഇതിനാണോ നിങ്ങൾ സാധാരണ മാർഗം, ഭൗതിക മാർഗം എന്നുള്ള? ഭൗതിക മാർഗം എന്നുള്ളത് ഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ മനുഷ്യരോട് ചോദിക്കാം, അഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സക്കരിയ സലാഹി ഇതാ ഈ പുസ്തകത്തിൽ ഈ ആയത്തിന് ഇങ്ങനെ ഒരർത്ഥം കൊടുത്തിരിക്കുന്നു, വളരെ മോശമായ അർത്ഥം. എന്താണ്? റാസിയുടെ വിശദീകരണ പ്രകാരം സാധാരണ കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കണം.
അതേ സമയത്ത് അസാധാരണ കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ, അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന രൂപത്തിൽ റാസിയിൽ എവിടെയാ വിശദീകരണം ഉള്ളത്? മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താ? അല്ലാഹു തആല പറയാണ് ഫഖാല വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കി കൊടുത്തു. ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീആ, അങ്ങ് ഭൂമിയിലുള്ള സകലതും ചെലവാക്കുകയാണെങ്കിലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇണക്കാൻ പറ്റൂല. അപ്പൊ മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള ആ ഐക്യവും ഭദ്രതയും അല്ലാഹു തആല തന്നെ ചെയ്തതാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, ലോകത്തുള്ള സകല കാര്യങ്ങളും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, എല്ലാ ശക്തിയും അല്ലാഹു മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വിഭജന പ്രകാരം ഒന്ന് ശിർക്കും ഒന്ന് തൗഹീദും, സാധാരണമായതിൽ സഹായം ചോദിക്കൽ മനുഷ്യരോടാവാം, മറ്റു ജീവികളോടാവാം. അസാധാരണമായതിൽ സഹായം ചോദിക്കൽ മരിച്ചുപോയവരോടോ ജീവിച്ചിരിപ്പുള്ളവരോ ആയ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന ഈ വൈരുദ്ധ്യം, ഈ വൈവിധ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഭജനം, അത് റാസിയുടെ ഏത് ഇബാറത്തിൽ പറഞ്ഞു? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇങ്ങനെയാണ് ഈ ചോദ്യം തന്നെ ആവശ്യമില്ല. ഞാൻ ആദ്യത്തെ ചാൻസ് ചോദിച്ചിട്ട് മൂപ്പരെ ഇടങ്ങാറാക്കണ്ട, ഒരു ചാൻസ് എങ്കിലും ആശ്വസിച്ചോട്ടെ എന്ന് കഴിഞ്ഞിട്ടാ ചോദ്യം വേണ്ട ചതി. അപ്പൊ മൂപ്പര് ചോദ്യം ഇല്ലാഞ്ഞിട്ടേ കുടുങ്ങി. അപ്പൊ ഈ ചോദിച്ചെങ്ങനെ ഉണ്ടാവും? ഏതായാലും പൂതിക്കൊന്നും പറഞ്ഞാൽ ചോദിക്കാഞ്ഞൊരു മോശമല്ലേ? ചോദിക്കാമത്തെ ഉണ്ടായിട്ടല്ല, എന്നാലും 10 ചോദ്യം എഴുതി വെച്ചോണ്ട് ഒന്നെങ്കിലും ഇൻഷാല്ലാ നിങ്ങൾ ചോദിച്ചോളാം, വിഷമിക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ MT സാക്ഷാൽ മുജാഹിദായി മാറി. സാക്ഷാൽ മുജാഹിദ്. എന്തിനാ മൂല നിങ്ങൾ ആയത്തോതിയത്? റസൂലെ താങ്കളെല്ലാം ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, താങ്കൾക്ക് വരെ കൽബിണക്കാൻ കഴിയൂല. അതാണ് അസാധാരണം, അതാണ് മനുഷ്യരുടെ അതീതം. എന്തേതാണ് ഇനി പറ്റിപ്പോയത്? അതാണ് അസാധാരണം. കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളും വിചാരിച്ചിട്ടില്ല ഉച്ചക്ക് ശേഷം രാവിലത്തെ അതേപോലെ പോരുന്ന്. അൽഹംദുലില്ലാഹ് തുടക്കം തന്നെ അങ്ങനെ തന്നെയാ. ഇതാണ് മനുഷ്യ കഴിവിന് അതീതെന്ന് പറഞ്ഞത്. അതാ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, റസൂലേ ഓരെ ഖൽബ് ഇണക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാരാ ഇണക്കേണ്ടത്? അല്ലാഹ് മാത്രം, അല്ലാഹ് മാത്രം. അത് റസൂലിനോട് ചോദിച്ചാലോ ദുആയി എത്ര കൃത്യമാണ്. ഇതല്ലേ ജബ്ബാർ മൗലവി എഴുതിയത്? ഇതല്ലേ സക്കിയ സലാഹി എഴുതിയത്? ഇതല്ലേ പാഠപുസ്തകത്തിലുള്ളത്? ഇത് പറഞ്ഞതിനാണോ ഇത്രയും നേരം നിങ്ങൾ ഈ രൂപത്തിൽ പരിഹസിച്ചത്? ഏതായിരുന്നാലും നീ ചോദിച്ചില്ല എന്ന് പറയണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ ഖാലിഖാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തേട്ടം ശിർക്കല്ല. ഈ വാദത്തിന് ഖുർആനിലെ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഇജ്മാഉം ഖിയാസും ഇപ്പൊ ചോദിക്കുന്നില്ല, വേണമെങ്കിൽ അപ്പൊ ചോദിക്കാം. ആയത്തുണ്ടോ ഹദീസുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാ പോരാ, അത് തഫ്സീർ ഉദ്ധരിക്കണം. തഫ്സീർ ഉദ്ധരിക്കണം. ആയത്ത് ഓതിയാൽ ഏത് മുഫസ്സിർ അർത്ഥം വെച്ചു, ഹദീസ് പറഞ്ഞാൽ ഏത് ശാരിഹ് അങ്ങനെ അർത്ഥം വെച്ചു, അത് പറയണം. അല്ലാതെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് രക്ഷപ്പെടാന്ന് ഇർഫാനി നേരത്തെ പഠിപ്പിച്ച അതിലുണ്ട്, അത് പ്രയോഗിക്കരുത്. അതുകൊണ്ട് ആയത്ത് ഓതണം. ഖാലിഖാന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ഒരു തേട്ടം ശിർക്കല്ല, ഖാലിഖാന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തേട്ടം ശിർക്കായി. ഈ വിഭജനം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അല്ലാഹു പഠിപ്പിച്ചു ഖുർആനിൽ, ഹദീസിൽ വന്നോ പ്രവാചകന്റെ വചനങ്ങളിൽ കാണാൻ സാധ്യമല്ല. തഫ്സീർ ഉദ്ധരിക്കണം. ഈ ഇവിടെ റാസി ഞാൻ വായിച്ചതുപോലെ നിങ്ങളും ഞങ്ങളെ മാതൃഭൂതമായി വായിച്ചതുപോലെ. അതുകൊണ്ട് കഴിവ് രണ്ടുണ്ട്. റബ്ബിൽ നിന്നാണ് ആത്യന്തികമായി എല്ലാം. പക്ഷേ അള്ളാഹു നൽകുന്ന 2 വഴിക്കാണ്. ഒന്ന് മനുഷ്യരിലൂടെ, മുഅ്മിനീങ്ങളിലൂടെ. അതാണ് അസ്ബാബുൽ മഅ്റൂഫത്തുൽ മുഅ്താദ എന്ന് പറഞ്ഞത്. അല്ലാതെ കാരണത്തിന്റെ സ്ഥാനത്ത് അല്ലാഹ് അങ്ങനെ കൊണ്ടുവന്നിരുന്നതല്ല. റബ്ബ് ഈ കാരണം ഇല്ലാതെ സഹായിക്കുന്നു. അതാണ് ഖൽബ് ഇണക്കിയത്. അതിനർത്ഥം രണ്ടാൾ തമ്മിൽ തെറ്റിയാല് ഒരാൾ പോയി മദ്യം പറഞ്ഞ് ശരിയാക്കി ആയത്ത് പറഞ്ഞോ? ഇല്ല. എന്താ കാരണം? അത് സാധാരണം. മറ്റതോ വലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അത് അസാധാരണം. അത് റസൂലിനും കഴിയില്ല, അത് ഒരു മനുഷ്യനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും അത് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. ശിർക്കാണെന്ന് ഖുർആൻ സ്ഥാനത്തിൽ വിശദീകരിച്ചു. അതേ ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടുള്ളൂ. അല്ല തേടാന്ന് ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടില്ല. നിങ്ങളെ വക അത് ദുർവ്യാഖ്യാനമാണ്. ശിർക്കാണോ ശിർക്കല്ലേ? പ്രാർത്ഥനയാണോ പ്രാർത്ഥനയല്ലേ? ഭൗതികമാണോ അഭൗതികമല്ലേ ആണോ? അതാണ് അവിടുത്തെ ചർച്ച. തേടാൻ
തേടാമെന്നോ അങ്ങനെ വാദമേ ഇല്ല എന്ന് ഹനീഫ് കായക്കൊടി പോലും തൗബ ചെയ്തതിനു ശേഷം പോലും പ്രഖ്യാപിച്ചു പോയതാണല്ലോ. പിന്നെ എന്തിനാ മുസ്ലിയാക്കന്മാരെ ഈ വക കള്ളക്കളികള്? അതുകൊണ്ട് ചോദ്യം കൃത്യമാണ്. ഈ നിങ്ങൾ പറഞ്ഞ ഈ വാദം ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ തേട്ടം ശിർക്കല്ല, അഥവാ ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തേട്ടം ശിർക്കാണ്. ഇത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ആയത്ത് ഓതുകയാണെങ്കിൽ, ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ ഏത് മുഫസ്സിർ ഏത് മുഹദ്ദിസ് പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ തുരുപ്പ് ഷീട്ടായ റാസിയുടെ ഇബാറത്ത് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഈ റാസിയുടെ ഇബാറത്തുമായി വന്ന സാക്ഷാൽ മാന്യദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. റാസിയിൽ പറഞ്ഞത് എന്താ? റാസിയുടെ ഇബാറത്ത് ബഹുമാനപൂർവ്വം മൗലവി സാഹിബ് ഒന്ന് വായിക്കണം. റാസിയിൽ പറഞ്ഞത് എന്താ? അല്ലാഹു ശക്തിപ്പെടുത്തുന്നത് രണ്ട് തരമുണ്ട്. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ശക്തിപ്പെടുത്തൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അത് രണ്ടു തരമുണ്ട്. ഒന്ന് പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ കൂടാതെയുള്ളത്. രണ്ട് പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ സഹിതമായത്. ഈ രണ്ടാമത് പറഞ്ഞതിനെ പറ്റിയാണ് ബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അപ്പൊ രണ്ടാമത് പറഞ്ഞതാണ് സാധാരണമായ കഴിവ്. ആ രണ്ടാമത് പറഞ്ഞതിനെ പറ്റി പിന്നെ റാസി പറയാണ്, ഏതാണ് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായം? മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായം ഏതാണ്? ഫഖാല, അല്ലാഹ് പറയാണ്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. നബിയെ, അങ്ങ് ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കിയാലും അങ്ങേക്ക് അവരുടെ ഇടയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ കഴിയൂല. അത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അല്ല ചെയ്തതാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞെന്താ? മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അസാധാരണമാണ്. ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞതാ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അസാധാരണമാണ്. അപ്പൊ എന്ത് വന്നു? രണ്ടും അസാധാരണമാണെന്ന് വന്നു. അള്ളാഹുവിൽ നിന്നുള്ളതും അസാധാരണമാണെന്ന് വന്നു, മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അസാധാരണമാണെന്ന് വന്നു. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും. ഇതാണ് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം. ആ സഹായത്തെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അത് അസാധാരണമാണ്. അപ്പൊ രണ്ടും അസാധാരണ. ഇപ്പൊ ആകെ കുടുങ്ങിങ്ങള്. സാധാരണം അസാധാരണം എന്നിങ്ങനെയുണ്ട്. ഒന്ന് ശിർക്കും മറ്റേത് തൗഹീദും എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ പറയാണ് രണ്ടും അസാധാരണം. എവിടത്തെ? എന്താ മൗലവി ഇബാറത്തുർ റാസി, ഇമാമിങ്ങളെ കിതാബ് ഹല്ല് ചെയ്യാനുള്ള കഴിവൊന്നും നിങ്ങൾക്ക് ഇല്ലാന്ന് മനസ്സിലായില്ലേ? കിതാബ് ഓതി പഠിക്കണം. പിന്നെ ആകെ മൂപ്പർക്ക് ഒന്നാമത്തെ അവസരത്തിൽ ചോദിക്കാൻ മറന്നുപോയി, എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുക. മറന്നുപോയതിനെ ന്യായീകരിക്കുക. ചോദിക്കാനുള്ള ചാൻസിന് ചോദിക്കണം മൗലവി, പ്രസംഗിക്കല്ല വേണ്ടത്. കവലല്ല, ഇത് സംവാദമാണ്, നേർക്കുനേരെയാണ്. അതുകൊണ്ട് എന്താ അവിടെ വലിയ ആനക്കാരിയായിട്ട് എന്താ ചോദിച്ചത്? ഒരു സഹായത്തേട്ടം ശിർക്കാവാൻ ഖാലിഖാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടോ? എന്താ ഞങ്ങളെ വാദം? എന്താ? ഞങ്ങളെ വാദം വായിച്ചു വരണം. ഞങ്ങളെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട്, അമ്പിയാക്കൾ, ഔലിയാക്കളോട്, അവർ സ്രഷ്ടാക്കളല്ല മഹാത്മാവാണെന്ന വിശ്വാസത്തോടെ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. സ്രഷ്ടാവല്ല മഹാത്മാവാണെന്നാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല. ഇനി എന്തൊക്കെ കാരണത്താലാണ് ശിർക്കാവുക? അതിന് ഖാലിഖാണെന്ന് തന്നെ വിശ്വസിക്കണമെന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ വാദവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞങ്ങളുടെ വാദത്തിലുള്ള കാര്യം എന്താ? സ്രഷ്ടാവല്ല മഹാത്മാവാണ് എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ ശിർക്കല്ല. ഇതിന്റെ തെളിവെന്താ? ഇതിന്റെ തെളിവ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഇസ്ലാഹ് മാസിക വളരെ വ്യക്തമായി പറയാണ്. ഏപ്രിൽ 2013 ലേറ്റസ്റ്റ് ഇസ്ലാഹ് മാസിക. ഇതിൽ പറയാ, ഒരു കാര്യം ശിർക്കല്ല എന്നതിന്റെ തെളിവെന്ത് എന്നൊരാൾ ചോദിച്ചാൽ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശിർക്കാകുന്നു എന്ന് പറയുന്നവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സംശയരഹിതമായ തെളിവ് ഉദ്ധരിക്കേണ്ടത്. ശിർക്കല്ല എന്നതിന്റെ തെളിവെന്താ? ആ കാര്യം ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടില്ല എന്നതാണ്. കണ്ടോ? ഞങ്ങൾ 10 തവണ ചോദിച്ചിട്ട് പ്രമാണങ്ങളെ കൊണ്ട് തെളിയിച്ചില്ലല്ലോ. പ്രാർത്ഥനയുടെ നിർവചനത്തിന്റെ പ്രമാണം പറയാൻ കഴിഞ്ഞില്ലല്ലോ. സക്കരിയ മൗലവിയുടെയും ജബ്ബാർ മൗലവിയുടെയും വൈരുദ്ധ്യാധിഷ്ഠിതമായ 2 ലേഖനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം തീർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? എന്നിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുക ഖുർആനിൽ എവിടെ തെളിവ്? തഫ്സീർ ഉദ്ധരിക്കണം. ഞങ്ങളെ വാദം എന്താ? ഞങ്ങളെ വാദം നോക്കാതെ വന്നത്. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വാദം ഒന്ന് നോക്കിക്കൂടായിരുന്നില്ലേ? ഞങ്ങളെ വാദം ഖാലിഖല്ല, മഹാത്മാവാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ ശിർക്കല്ല. ഇനി ശിർക്കാവാൻ എന്തൊക്കെ വേണം?
അത് മറ്റൊരു വാദമാണ്. ഞങ്ങളുടേത് അല്ല എന്ന വാദമാണ്. ഇതിന്റെ തെളിവെന്താണ്? ഒരു പ്രമാണത്തിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ രേഖ കൊണ്ടുവരൂ. റാസിയുടെ ഇബാറത്താണ് ആകെ ഉദ്ധരണി. റാസിയുടെ ഇബാറത്ത് ഇയാൾ അർത്ഥം വെച്ചപ്പോ എന്തായി? അള്ളാഹുവിൽ നിന്നുള്ള സഹായം രണ്ട് തരണ്ട്, രണ്ടും അസാധാരണം. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അസാധാരണം, അള്ളാഹുവിൽ നിന്നുള്ളതും അസാധാരണം. അപ്പൊ ഈ വർഗീകരണം ഇത് ജബ്ബാർ മൗലവി ഉണ്ടാക്കിയ വർഗീകരണ. ജബ്ബാർ മൗലവിയുടെ അത്തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള പുസ്തകത്തിലാണ് ഈ വർഗീകരണം കൊടുത്തിട്ടുള്ളത്. അതിന് റാസിയുടെ ഇബാറത്ത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ചോദിച്ചപ്പോഴൊക്കെ ഓലപ്പത് നേരത്തെ ചോദ്യം പോലും ഞാൻ കഴിഞ്ഞ ഈ ബിരിയാണിയൊക്കെ വെച്ച് ഉഷാറായിട്ടുണ്ടാവുന്ന സംഗതി മൂപ്പയ്ക്ക് ബിരിയാണി ഇറങ്ങിയിട്ടില്ല. നീ ഇറങ്ങൂല, ഞങ്ങൾക്ക് 4 ദിവസം ഉറക്കാൻ വരൂല, ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് ശിർക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ശിർക്കല്ല മനസ്സിലാക്കാന്ന ഇതാ പണ്ടുങ്ങൾ പൂഞ്ഞുവിടുന്ന് പറ്റ ഐഡിയ. പാടില്ല എന്ന് പറയാത്തത് കൊണ്ട് പാടുണ്ട് എന്ന് മനസ്സിലാക്കാന്ന. പാടില്ല എന്ന് പറയാ എത്ര ആയത്താ മുസ്ലിം നേരത്തെ ഉദ്ധരിച്ചത്? എത്ര ആയത്താ പറഞ്ഞത്? റാസി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ആയത്താണ് ഉദ്ധരിച്ചത്. ആ ആയത്തെ തഫ്സീറായിട്ടാ റാസി വായിച്ചത്. ഹദീസാ പറഞ്ഞത്, ആ ഹദീസിന് ശറഹാണ് ഞാൻ ഉദ്ധരിച്ചത്. എന്നിട്ട് ഇസ്ലാഹത്തെ തെളിവ് ഞാൻ കഴിഞ്ഞപ്പോ ഇസ്ലാഹിലും വല്ല ആയത്ത് കൊടുത്ത് എടുത്തു കൊടുക്കുന്ന വിചാരിച്ചത്. അതല്ല പോ ചിലപ്പം ഖുർആൻ കൊണ്ടുവരാൻ മറന്നത് കൊണ്ട് ആ ആയത്ത് ഇസ്ലാഹിന്ന് വായിക്കാകും എന്ന് വിചാരിച്ചു പോയി. പക്ഷെ മൂപ്പർക്ക് എന്താ ആയത്ത് ഉണ്ടെങ്കിലേ ഓതാ. അപ്പൊ അതുകൊണ്ട് മുസ്ലിയാരെ സംഗതി കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. മക്കത്തെ അബൂജഹല് ഖാലിഖല്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ, മഹാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ലാത്തയോട് തേടി കാന റജുലൻ സ്വാലിഹൻ എന്നാണല്ലോ, ലാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് തേടി ആ തേട്ടം ശിർക്കെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു ഖാലിഖാണ് വിശ്വാസല്ലേ, ശിർക്കല്ല. അത് ഖുർആനെതിരാണ്. അതുകൊണ്ടാണ് ചോദിച്ച ഈ വാദത്തിന് തെളിവെന്ത്? നിങ്ങളുടെ വാദത്തിൽ തെളിവെന്ത്? ആയത്തുണ്ടോ പറയണം, ഹദീസുണ്ടോ പറയണം. ഒന്നാമത്തെ ചോദ്യം തന്നെ ബാക്കി. അത് കിട്ടാതെ രണ്ടാമത്തെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇടങ്ങാറാക്കുന്നില്ല. ഒറ്റൊന്ന് പറഞ്ഞിട്ടാ മതി, ബാക്കി ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ 10 ചോദിക്കുന്നില്ല, ഒരൊറ്റ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയൂ, അല്ലെങ്കിൽ കഴിയില്ലാന്ന് തുറന്ന് പറയും. അല്ലാതെ ഇപ്പോഴും പഴയ പോലെ തന്നെ ജബ്ബാർ മൗലവിയും പരിഹസിച്ച് സക്കരിയ സ്വലാഹിയും പരിഹസിച്ച് സമയം തീർക്ക എന്നാണെങ്കിൽ രക്ഷയില്ല മുസ്ലിയാരെ എന്നാ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വാദം ഖുർആന് വിരുദ്ധമാണ്, ഹദീസ് വിരുദ്ധമാണ്. റാസി കൃത്യമായി വേർതിരിച്ചു. 2 തരം സഹായമുണ്ട്. എല്ലാം റബ്ബിൽ നിന്ന് ആത്യന്തികമായി ആർക്കാ തർക്കമുള്ളത്? പക്ഷേ മുഅ്മിനീങ്ങളെ വഴിക്ക് കിട്ടുന്നത്, കിട്ടാത്തത് ഏതാ? വലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. മുഖം വാടുന്നുണ്ടല്ലേ, വായിച്ചപ്പോൾ ആലോചിച്ചില്ല റാസി തിരിഞ്ഞു കൊത്തുമെന്നുള്ളത്. അത് തന്നെയാണ് മനുഷ്യ കഴിവിന്റെ അതീതം. അത് റസൂലിന് കഴിയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നാൽ കഴിയുന്നത് ഇഷ്ടം പോലെ ഖുർആൻ വേറെ പറഞ്ഞു. അപ്പൊ കഴിയുന്നതുണ്ട്, കഴിയാത്തതുണ്ട്. രണ്ടും അസാധാരണം എന്നല്ല. ഇതിപ്പോ MT ആണ് അസാധാരണക്കാരനായി മാറിയത്. ഒന്ന് സാധാരണം, ഒന്ന് അസാധാരണം. നബി പരസ്പരം സുലഹുണ്ടാക്കി വിട്ട സംഭവങ്ങളുണ്ട്, അത് സാധാരണം. മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അത് അസാധാരണം. അതാണ് ബിൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ കൊണ്ടും, ഇനി കൊണ്ടും മിന്നും ഏതാ വേണ്ട, കുഴപ്പമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിച്ചു എന്ന സഹായം ഏതാ? സാധാരണ സഹായം. മറ്റതോ അയ്യദക ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അല്ലാഹു താങ്കളെ സഹായിച്ചിരിക്കുന്നു. അത് കാര്യകാരണ ബന്ധമല്ല, അത് സാധാരണമല്ല, അത് ഭൗതികമല്ല, അത് അഭൗതികമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഞങ്ങൾ പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുമില്ല. മാറ്റി പറഞ്ഞവർ അതൂബു ഇലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അവർ നിങ്ങളെ മുമ്പിലേക്ക് ഇപ്പോൾ വരുന്നുമുണ്ടാവില്ല. ഞങ്ങൾക്ക് ധൈര്യമായി ഇനിയും വരാൻ കഴിയും. പക്ഷെ നിങ്ങളെ കിട്ടൂല മാത്രം. ഈ കെ സുന്നൽ ആദ്യമായിട്ടാണ് കിട്ടിയത്, അത് അവസാനമായിട്ടുമാണ്. ഇതിനേക്കാളും നല്ലത് AP സുന്നൽ എപ്പോ തോന്നുക. കാരണം ഇത്രയും കാലം വരാത്തത് എന്താണ് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ വന്ന് കുടുങ്ങിയിട്ട് വന്ന് നോക്കിയതാ, പക്ഷെ രക്ഷയില്ല. ഏതാണ്ട് ഇപ്പൊ എനിക്ക് നിങ്ങളെ പറ്റൂലാന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട്, അത് മറ്റൊരെ പറ്റിയിട്ടില്ല, എന്നാലും ഓക്കെ ദേശം കുരുട്ട് ബുദ്ധിയും ആ നിനക്കുള്ള കുറച്ച് മിമിക്രിയൊക്കെ പാടായിട്ട് അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും. നിങ്ങൾക്ക് അതും കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഏതായിരുന്നാലും ശരി, കാര്യം വ്യക്തമാണ്. ഉത്തരം പറയുക. നിങ്ങൾക്ക് മനസ്സിലാണതിന് മുമ്പ് സക്കരിയ സലാഹിക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളേറ്റ് എന്താ നിങ്ങൾ വരാത്തത് എന്നുള്ളത്. നന്ദി മുഖാമുഖത്തിൽ എന്തേ സക്കരിയ സലാഹി വരാതിരുന്നത്? സുന്നികളോടുള്ള മുഖാമുഖം കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അത് കാളമൂത്ര സാഹിത്യത്തിന്റെ മുഖാമുഖമല്ലാതെ പേടിച്ചതുകൊണ്ടല്ലേ സക്കരിയ സലാഹി വരാതിരുന്നത്? ഞങ്ങളേറ്റ് നിങ്ങൾ വരൂല. നിങ്ങൾ മറ്റുള്ളവരേറ്റ് പോകുന്നത് പോലെ ഞങ്ങളേറ്റ് വരാൻ നിങ്ങൾക്കോ നിങ്ങളെ സക്കരിയ മൗലവിക്കോ സാധ്യമല്ല.
ഇത് സുന്നികളായിട്ടുള്ള വാദപ്രതിവാദമാണ്. അത് നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങളുടെ സക്കരിയ മൗലവി പ്രസംഗിച്ചിട്ടില്ലേ എന്തേ വരാതിരുന്നത് എന്നുള്ളത്? അപ്പൊ സക്കരിയ മൗലവി ഇവിടെയും വന്നിട്ടില്ലല്ലോ. സക്കരിയ മൗലവിക്ക് ഇവിടെയും വരാൻ പേടിയാണ്. പാവങ്ങളെ പറഞ്ഞേച്ചൊക്കെയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇയാളെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു ചോദ്യം ഒന്നില്ല. ആകെ പറഞ്ഞ ഞങ്ങൾ റാസിയുടെ ഇബാറത്ത് തെളിവ് പറഞ്ഞു എന്നാ. റാസിയുടെ ഇബാറത്തിൽ പറയുന്നുണ്ട് അത്രേ, അള്ളാഹുവിന്റെ സഹായം രണ്ട് വിധം. ഒന്ന് പരിചിതവും സാധാരണവുമായതായ രൂപത്തിലുള്ള കാരണങ്ങളെ കൊണ്ടുള്ള സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള സഹായം. രണ്ട് സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ളതല്ലാത്ത സഹായം. എന്നിട്ട് സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറഞ്ഞ സഹായത്തെ റാസി വിശദീകരിച്ചത് എങ്ങനെയാ? ഇമാം റാസി പറയുന്നു എങ്ങനെ? വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നത് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഇടയിൽ, സഹാബത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കി എന്നുള്ളതാണത്. നബിയെ ഭൂമിയിലുള്ള സകലതും അങ്ങ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ആ സ്നേഹബന്ധം ഉണ്ടാക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. കാരണം അങ്ങ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല. നബിക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ എന്താ? നബിക്ക് കഴിയൂല എന്ന് പറഞ്ഞ നബി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയൂല. ഇസ്തിബ്ദാദ് നബിക്കില്ല. നബിക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ സാധാരണ കഴിവ് എന്ന് നിങ്ങൾ പറയുന്ന ആ കഴിവിനെ പറ്റി എന്താ പറഞ്ഞത്? അതും അല്ലാഹു ചെയ്യുന്നതാണ്, നബിയെ അങ്ങ് ചെയ്തതല്ല. അപ്പൊ എന്തോന്ന്? അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു അതും അസാധാരണമാണ്. അപ്പൊ അല്ലാഹുവിന്റെ സഹായങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് അസാധാരണമായ സഹായം, രണ്ട് അസാധാരണമായ സഹായം. രണ്ടും അസാധാരണമായ സഹായം. എവിടുന്ന് വരുന്ന മൗലവി? ഇത് ജബ്ബാർ മൗലവി പഠിപ്പിച്ചതാണ്, ഞങ്ങൾക്കറിയാം. പിന്നെ മക്കത്തെ മുശ്രിക്കീങ്ങളെ പറ്റി ഇങ്ങനെ എടുത്തിടാൻ നോക്കുക. മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ മുശ്രിക്ക് എന്നുള്ള വാക്ക് തന്നെ മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവർ, അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട്, അല്ലാഹു അല്ലാതെ റബ്ബുണ്ട് എന്ന് പറയുന്നവർ അവരല്ലേ? അവരെ സംബന്ധിച്ചുള്ള ആ വിഷയം നമ്മുടെ സബ്ജക്റ്റിൽപ്പെട്ടതല്ല. ഇത് മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചർച്ച. ലോകത്ത് എത്ര ഇമാമിയങ്ങൾ മരിച്ചുപോയവരോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം ഞങ്ങൾ മാത്രമല്ല മുശ്രിക്ക്, നിങ്ങളുടെ ആരോപണ പ്രകാരം ഇന്നത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുശ്രിക്ക്, ദീനിന്റെ കാവൽക്കാരായ ഇമാമിയങ്ങൾ അടക്കം മുശ്രിക്കായിരിക്കുന്ന മൗലവി. അതുകൊണ്ട് തന്നെ റാസിയുടെ ഇബാറത്തും പറഞ്ഞിട്ടൊന്നും ഇനി ഇവിടെ വരേണ്ട. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം എന്താണ്? മക്ക മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ടില്ല, അല്ലാഹുവിന് പുറമെ ഇലാഹുണ്ടെന്ന് വിശ്വസിച്ചു. ആ അല്ലാഹു അല്ലാത്ത ഇലാഹുമാരുടെ മുമ്പിൽ അവർ വണക്കം കാണിച്ചു. അല്ലാഹു അല്ലാത്ത ഇലാഹിനോട് അവർ അപേക്ഷ കാണിച്ചു. അതെ, അടിമ ഇലാഹിനോട്, അടിമ ഉടമയോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ് സാക്ഷാൽ ഇസ്ലാമിന്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുക എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? ആ പ്രാർത്ഥന നിർവഹിച്ചത് കൊണ്ടാണ് മക്ക മുശ്രിക്കീങ്ങളൊക്കെ അവർ മുശ്രിക്കായത്. ഇവിടെ മുസ്ലിമീങ്ങളെ പറ്റിയാണ് ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചർച്ച. മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ച് ചോദിക്കൂ, അതിനെപ്പറ്റി നിങ്ങൾ ചോദ്യമുണ്ടാക്കൂ. നിങ്ങൾക്ക് എന്താ ഒരു മണിക്കൂർ ഞങ്ങൾ സമയം തന്നില്ലേ? ആ ഒരു മണിക്കൂറിൽ ചോദ്യം ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ? ഒന്നാമത്തെ അവസരത്തിൽ മൂപ്പർക്ക് ചോദ്യം ഉണ്ടാക്കിയിട്ടില്ല. എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങളെ തെളിവ് റാസിന്റെ ഇബാറത്താണ്. റാസിന്റെ ഇബാറത്തിൽ അസാധാരണമായ മാർഗത്തിൽ സഹായം ചോദിച്ചാൽ ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ അസാധാരണമായ മാർഗത്തിൽ സഹായം ചോദിച്ചാൽ ശിർക്കാന്ന് റാസി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇത് സക്കരിയ സലാഹിയുടെ പുസ്തക, ഈ പുസ്തകത്തിൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതിന്റെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് തന്നെ ചോദിക്കണം. എന്നാൽ സൃഷ്ടികൾക്ക് കഴിയാത്തതും അള്ളാഹുവിന് മാത്രം കഴിയുന്നതുമായ കാര്യങ്ങളാണെങ്കിലും അത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. ഇതാണ് ഇബാറത്തിന്റെ അർത്ഥം എന്ന നിലക്ക് ഇതിൽ എഴുതിയിരിക്കുകയാണ് സക്കരിയ സലാഹി. അങ്ങനെ ഒരു അർത്ഥം ആ ഇബാറത്തിന് ഇല്ലേ? ഇല്ല. ആ ഇബാറത്തിന് അങ്ങനെ ഒരർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്. റാസി എന്നല്ല, ലോകത്ത് ഒരു ഇമാമും നിങ്ങൾക്ക് തെളിവല്ല. റാസി ഇമാം പറഞ്ഞ എന്താ? റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് ശഫാഅത്ത് ചെയ്യണമെന്നാ റാസി ഇമാം പറയുന്നത്. അങ്ങനത്തെ റാസി ഇമാം നിങ്ങൾക്ക് തെളിവുണ്ടാക്കി തരുമോ? നിങ്ങൾക്ക് എതിരെയാണ് തെളിവുണ്ടാക്കി തരുക. ഇമാമുന റാസി റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിന്റെ ഇബാറത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിങ്ങൾ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ അത് നടക്കൂല. വേറുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നടന്നേക്കാം, ഞങ്ങളുടെ മുമ്പിൽ അത് നടക്കില്ല. റാസിയിൽ പറഞ്ഞ ഇബാറത്തൊന്ന് വായിച്ചു വരേണ്ടതായിരുന്നു. റാസിയിൽ പറഞ്ഞ ഇബാറത്തിനെ സംബന്ധിച്ച് ഒരാൾക്കും മനസ്സിലായിട്ടില്ല ആ കൂട്ടത്തിലല്ലേ? അതല്ല രസം. അതിങ്ങനെ ഉദ്ധരിക്കാണ്. ആദ്യം മറ്റേ വലിയ മൂപ്പര് എഴുതി വിട്ടു, പിന്നെ മറ്റുള്ളവർ ഉദ്ധരിച്ചു. ഏതായാലും ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇതാ അവസ്ഥ. ഇനിയിപ്പോ സക്കരിയ സലാഹി ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഞങ്ങൾ 6 വന്ന് 5 ബാക്കിയിരിക്കുക, 6 5 ബാക്കിയാ. ഞങ്ങളെ ജാമ്യ ഹിന്ദിലെ കുട്ടികളെ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ തോന്നാ ഓലെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഓലെ പെന്നെ ചീത്തറിയാ, എന്തിനാ നിങ്ങൾ പോകുന്നു, ഞങ്ങളെ വിട്ടാ പോരെയെന്ന് തോന്നിട്ട്. എന്നിട്ട് ചോദിക്കുക സക്കരിയ സലാഹി എവിടെ?
ആയിട്ടില്ല കൂട്ടരെ. സ്വലാഹയുമായൊക്കെ സംവദിക്കണമെങ്കിൽ ഇനി എവിടെ എത്രന്നറിയോ? നിങ്ങൾ നാട്ടിലേക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ നിങ്ങൾക്ക് കഴിയല്? ആ പൂജയ്ക്ക് നല്ലതാ, പക്ഷെ നടക്കൂല മാത്രം. എനിക്ക് ഒരുപാട് വളരാനുണ്ട്, പക്ഷെ മറുപടി എവിടെ? അതാ കിട്ടേണ്ടത്. എവിടെ മറുപടി? ഞാൻ ചോദിച്ചത് എന്താ? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ലാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിച്ചിട്ടും അബൂജഹലിന്റെ ശിർക്കായി മാറി. ലാത്ത സ്വാലിഹാണെന്നാവുന്ന വിശ്വാസം അത് ഹദീസ് കിതാബിൽ പരിശീലിപ്പിക്കപ്പെട്ടു. എന്ത്? കാന റജുലൻ സ്വാലിഹ, സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാത്ത എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. ആ സ്വാലിഹായ ലാത്തയോട് ഖാലിഖാന്നുള്ള വിശ്വാസമില്ലാതെ അബൂജഹൽ തേടിയത് ശിർക്കാണെങ്കിൽ അബൂബക്കർ ദാരിമി തേടിയാലും ശിർക്ക് തന്നെ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട് പറയുന്ന കാര്യമുണ്ടോ? അതിങ്ങനെ ചൊല്ലി പൈസ ഉണ്ടാക്കിണ്ടാവുന്നല്ലാതെ അതിന് ആശയം ഉൾക്കൊള്ളണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് ആ തേട്ടമെന്ന ഞങ്ങൾ പറഞ്ഞത്. റബ്ബിന് കൊടുക്കേണ്ടത് ഏത് പടപ്പിനെ എപ്പ കൊടുത്തോ അവിടെ ശിർക്ക് വന്നു. അത് നിങ്ങൾ കൊടുക്കുന്നു. അത് കൊടുക്കുന്നിടത്താണ് നിങ്ങൾ ചോദ്യം വന്നത്. എവിടുന്ന് കിട്ടി ഭൗതികം? എവിടുന്ന് കിട്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം? അതിനാ റാസി വായിച്ചത്. രണ്ടു തരമുണ്ട് എന്ന് പറയാൻ. ഇപ്പൊ മൂപ്പയ്ക്ക് റാസി വിടാനും വയ്യ, കൂട്ടിപ്പിടിക്കാനും വയ്യ. വിട്ടാ വല്ലതും തോന്നൂലേനാ മൂപ്പര ബേജാറ്. വിട്ടോളി, ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടാൻ പോകുന്നില്ല. പക്ഷേ രണ്ടു തരം സഹായമുണ്ട് എന്ന് റാസി പറഞ്ഞത് അങ്ങനെ തന്നെ ഖിയാമത്ത് വരെ നിലനിൽക്കും. എന്നിട്ട് സമാധാനം കൊള്ള അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ് റാസി, ഇമാമാണ് മറ്റേയാള്, ഓരൊക്കെ ഇസ്തിഹാസ ചെയ്തു. ഇല്ല മുസ്ലിയാരെ, ശുദ്ധകളവ്. ഒരൊറ്റ ഇമാമും അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമും നമ്മൾ തമ്മിൽ തർക്കമുള്ള ഈ ഇസ്തിഗാസ ചെയ്യാമെന്ന് പറയുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടേ ഇല്ല. ഒരു സംശയവുമില്ല. നിങ്ങൾ കുറെ കാലായി അത് പറഞ്ഞെടുക്കുന്നതല്ലാതെ സ്ഥാപിക്കാൻ കഴിയില്ല. അഹ്ലുസുന്നയുടെ ഇമാമ് അതിന് വിരുദ്ധമായിട്ടാ പഠിപ്പിച്ചത്. അഖീദ കിതാബുകൾ വിരുദ്ധമായിട്ടാ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ മുഴ്ജിയത്ത് പോലും പറഞ്ഞപ്പോ അതിന്റെ ഷർത്ത് പറഞ്ഞതെന്താ? മനുഷ്യ കഴിവിന് അതീതമായതായിരിക്കണം, സൃഷ്ടികൾക്ക് കഴിയാത്തതായിരിക്കണം എന്നല്ലേ തഫ്സീർ റാസിയിലൊക്കെ അതിന് വിശദീകരണം നൽകിയത്. അതല്ലേ മുഴ്ജിയത്താവുള്ളൂ. അപ്പൊ രണ്ടു തരമുണ്ട് എന്ന് വ്യക്തം. ഒന്ന്, സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരിൽ നിന്നെല്ലാം ലഭ്യമാകുന്ന അസ്ബാബുൽ ആദിയ, സാധാരണ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. മറ്റത് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടത് റബ്ബിനോട് മാത്രം ചോദിക്കുക. അല്ലാത്തത് പടപ്പിനോടും ചോദിക്കാം. അത് ശിർക്കല്ല എന്നർത്ഥം. ഇനി ഏതായിരുന്നാലും ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടെടുത്തിന് ആമയും പറയുകയും ചെയ്തു. സങ്കല്പിച്ചോ, നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. ഖാലിഖാണ് വിശ്വസിക്കുന്നില്ല, റാസിഖാണ് വിശ്വസിക്കുന്നില്ല, എങ്കിൽ വിധി എന്ത്? ഞങ്ങൾക്ക് കുട്ടികൾ മതി. നന്ദിയ സക്കരിയ സലാഹി നന്ദിക്ക് വരാതിരുന്നത്? നന്ദിയിൽ ബിരുദമെടുക്കാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഖാമുഖം നടത്താൻ സക്കരിയ സലാഹിക്ക് സാധിച്ചില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അതിന് എന്നെ കിട്ടില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് കാളമൂത്ര സാഹിത്യം പറയുന്ന മുഖാമുഖമല്ല. അതുകൊണ്ട് നന്ദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്ക് മംഗലാപുരത്തേക്ക് വരാൻ കഴിയോ? ജീവനുണ്ടെങ്കിൽ ആൾ വരുമോ? ഇല്ല, വരില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കും. സക്കരിയ സ്വലാഹി പറയുന്നു മലക്കിനോട്, ഖരീനായ ഹാലിറായ ഹയ്യായ ഖാദിറായ മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അപ്പുറത്ത് മറ്റയാൾ എഴുതുന്നു ഹയ്യും ഹാദിറും ഖാദിറുമാണെങ്കിൽ ശിർക്കല്ല. ഇതിൽ ഏതാണ് ശരി എന്ന ചോദ്യത്തിൽ ജബ്ബാർ മൗലവി ഇപ്പൊ വർച്ച മാതിരി സക്കരിയ സ്വലാഹിയും വർച്ചു പോകൂലേ? കുറച്ചു പോകൂലേ? അപ്പൊ അതുകൊണ്ടാണ് വരാതിരുന്നത്. അത് വളരെ കൃത്യമാണ്. റാസിയില് ഞങ്ങളുടെ വാദത്തിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? റാസിയിൽ പറയുന്നു അള്ളാഹുവിൽ നിന്നുള്ള സഹായം രണ്ട് വിധത്തിലുണ്ട്. സാധാരണവും പരിചിതമായതുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായം. രണ്ട്, സാധാരണവും പരിചിതവുമായ കാരണങ്ങളും മുഖാന്തിരമല്ലാതെ ലഭിക്കുന്ന സഹായം. അപ്പൊ
അപ്പൊ അതിന് പല അർത്ഥം വെക്കാം. അസാധാരണമായ കാരണത്തിലൂടെ ലഭിക്കുന്ന സഹായം, അങ്ങനെ പല അർത്ഥം വെക്കാം. ഏതായാലും സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായം, സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ അല്ലാതെ ലഭിക്കുന്ന സഹായം. എന്നിട്ട് സാധാരണവും പരിചിതവുമായ കാരണങ്ങൾ അത് മുഅ്മിനീങ്ങളുടെ കഴിവാണ്. മുഅ്മിനീങ്ങളുടെ കഴിവ് മുഅ്മിനീങ്ങളോട് ചോദിക്കാം, മറ്റേത് ചോദിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. എന്നാൽ സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായത്തെ പറ്റി റാസി എന്താ പറഞ്ഞത്? അത് അള്ളാഹു വിശദീകരിക്കുന്നു. എന്താണ് അള്ളാഹു വിശദീകരിച്ചത്? ثم إنه تعالى الله تعالى بين أنه كيف أيده بالمؤمنين. മുഅ്മിനീങ്ങളെ കൊണ്ട് എങ്ങനെയാണ് റസൂലിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയത് എന്ന് അല്ലാഹു തആല തന്നെ പറയുകയാണ്. فقال وألف بين قلوبهم. മുഅ്മിനീങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കമിട്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായവും അല്ലാഹു തന്നെയാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായവും അല്ലാഹു തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ വർഗീകരണം എവിടുന്ന് കിട്ടി? മുഅ്മിനീങ്ങളുടെ സഹായം എന്ന് പറഞ്ഞാൽ സാധാരണമാണ്, അവരോട് ചോദിക്കാം. അള്ളാഹിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്, അത് അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും അള്ളാഹാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അള്ളാഹുവാണ് ചെയ്യുന്നത്, മറ്റേതും അള്ളാഹുവാണ് ചെയ്യുന്നത്. ഇതാണ് റാസി ഇമാം പറയുന്നത്. നിങ്ങളുടെ വാദമല്ല, നിങ്ങളുടെ ഈ തെറ്റായ വാദത്തിന് എവിടെയാ റാസിയിൽ തെളിവുള്ളത്? കൃത്യമായി നിങ്ങൾ വിശദീകരിക്കണം. വിശദീകരിച്ചിട്ടില്ല, മറുപടിയില്ല. ലാത്ത സാലിഹാണ്, ലാത്ത സാലിഹാണ്. സാലിഹായ ലാത്തനെ പിടിച്ചവർ റബ്ബാക്കി. സാലിഹായ ലാത്തയുടെ പ്രതീകമായ ബിംബത്തെ അവർ റബ്ബാക്കി, അവർ ഇലാഹാക്കി. ഇത്തഖദൂഹു റബ്ബൻ വ ഇലാഹാ. തബരി ഇമാം പറഞ്ഞില്ലേ, ഇത്തഖദൂഹു റബ്ബൻ വ ഇലാഹാ. അതിനെ റബ്ബും ഇലാഹുമാക്കി. അങ്ങനെ അതിനോട് വണക്കം നടത്തിയപ്പോൾ അത് ആരാധനയായി. അങ്ങനെ അതിന്റെ മുമ്പിൽ താഴ്മ കാണിച്ചപ്പോൾ അത് ആരാധനയായി. അങ്ങനെ അതിനോട് അപേക്ഷ നടത്തിയപ്പോൾ അത് ആരാധനയായി. അതാണോ ഇവിടുത്തെ ചർച്ച? ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചല്ലേ? മുസ്ലിമീങ്ങൾക്ക് അത് ബാധകല്ല. പിന്നെ മൂപ്പരിപ്പ് ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നെ മക്കാമുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാൽ പിന്നെ മൂപ്പര് കൊണ്ടുവരും വലിയ കൂട്ടുകാരാ. മുജാഹിദും മക്കാമുശ്രിക്കീങ്ങളും വലിയ ബന്ധക്കാരാ. എന്തിനും തെളിവ് അബൂജഹല. അല്ലാഹുവിന്റെ റസൂലെ കൊല്ലാൻ വേണ്ടി വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ കൊല്ലാൻ വേണ്ടി വന്ന അബൂജഹലാണോ നിങ്ങളെ തെളിവ്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അബൂജഹലോ ലാ ഇലാഹ ഇല്ലല്ലാഹനെ തള്ളിപ്പറഞ്ഞ ആൾക്കാരാണ്. ഈ രണ്ടു കൂട്ടരെയും താരതമ്യം ചെയ്തതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബിദ്അത്ത്. നിങ്ങളുടെ വാദം നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിന്റെ വാദമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി തൽക്കാലം ഞങ്ങളേറ്റ് മുട്ടാൻ സക്കരിയ സ്വലാഹിക്ക് വരാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റാസിയുടെ ഇബാറത്ത് തെളിവല്ല, ഒരു ഇബാറത്തും തെളിവല്ല. 10 തവണ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു കാര്യം ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ ആ തെളിവില്ല എന്നുള്ളതാണ് അത് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് എന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട്. കൗമ മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കരിയ സ്വലാഹി ആവശ്യം വന്നില്ല, സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോവും പറച്ചു കേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി? നിങ്ങൾ പഠിച്ച കോളേജിലെ നന്ദി അത്രല്ലേ ഉള്ളൂ. ഈ അബൂബക്കർ ദാരിമൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ് നന്ദി, അത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സ്വലാഹി എന്തേ പറഞ്ഞു, എപ്പോഴാ പറഞ്ഞു, എങ്ങനെ പറഞ്ഞത് അതൊന്നും കേട്ടില്ല. പിന്നെ അനസ് മുസ്ലിയാരെ ഏതോ ക്ലിപ്പ് കേട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിലും ബന്ധപ്പങ്ങണ്ടാണല്ലോ. ഏതായാലും അത് പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ സ്വലാഹി എങ്ങനെ പറഞ്ഞു, സ്വലാഹി ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പുരോഹിതപ്പട എങ്ങോട്ടാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലാഹു തആല പഠിപ്പിച്ച
ദീനിലെ അടിക്കല്ലായ തൗഹീദിൽ നിന്ന് ഈ സമുദായത്തെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് എവിടെയും പോയി എന്തും തേടാവുന്ന പച്ചയായ ശിർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. അതിന് ഇതുവരെയും ഉത്തരം കിട്ടിയില്ല. ശിർക്കാന്ന് പറയാത്തോണ്ട് ശിർക്കല്ല എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാ പോരാ. മറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ ഖാലിഖാന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കല്ല. അത് ഇപ്പോഴും ആവർത്തിച്ചു. അവിടെ ഞങ്ങൾ ചോദിച്ചത് മക്കത്ത് അബൂജഹലും ലാത്ത ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഇലാഹാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവന് കൊടുത്തപ്പോ അത് അബൂജഹൽ തുറന്ന് സമ്മതിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇലാഹിന്റെ സ്ഥാനത്താണ്. പക്ഷെ ഖാലിഖ് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർള എന്ന ചോദ്യത്തിന് മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന മറുപടി. ഖാലിഖാരി അല്ലാഹു എന്ന മറുപടി, റാസിഖാരി അല്ലാഹു എന്ന മറുപടി. ലാത്തയെ പറ്റി ഖാലിഖ് എന്ന് പറഞ്ഞില്ല, ലാത്തയെ പറ്റി റാസിഖ് എന്ന് പറഞ്ഞില്ല. മാത്രമല്ല നിങ്ങൾ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. മക്കത്തെ മുശ്രിക്കിന് പോലും ആ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെയും എഴുതിയിട്ടുണ്ടല്ലോ. വായിക്കട്ടെ. നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. പിന്നെ എങ്ങനെ വിശ്വാസികളെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് സാധിച്ചു? അവിശ്വാസികൾക്ക് പോലും സാധ്യമല്ല എന്നൊരു ഖുർആൻ പറയുന്നു. വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർള എന്ന ആയത്ത് മുഹമ്മദ് ഫൈസി എഴുതിയ പുസ്തകമാണ്, നിങ്ങളെ സ്വന്തമാണ് തന്നെയാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും അബൂജഹൽ ചെയ്ത് ശിർക്കല്ലെന്ന് ഇനി തുറന്ന് സമ്മതിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം ഖാലിഖാന്ന് വിശ്വാസമല്ലേ എങ്കിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നും മുഹീദ്ദീൻ ശൈഖിനോട് പറയാം. എങ്കിൽ അബൂജഹൽ ലാത്തയോടും ഉസ്സയോടും തേടിയത് ഈ ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ. അതുകൊണ്ട് ശിർക്കല്ല എന്ന് കൂടി നിങ്ങൾ തുറന്നു പറയുന്നതോടുകൂടി നിങ്ങളുടെ കഥ കഴിയും, അല്ലെങ്കിലേ കഴിഞ്ഞു എന്നാണല്ലോ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ എത്തിപ്പെട്ട അപകടമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ചോദ്യം ചോദിക്കേണ്ട കാര്യം തന്നെ അവരോടില്ല. യഥാർത്ഥത്തിൽ പച്ചയായി തങ്ങളുടെ ശിർക്ക് അവർ തുറന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂജഹലിനെ പോലും മറികടന്നു പോയി, അബൂജഹലിനെ പോലും ഓവർടേക്ക് ചെയ്തു പോയി എന്ന് പറയാതിരിക്കാനാവില്ല. ഈ സംവാദം കൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് ഇതെങ്കിലും മനസ്സിലാവട്ടെ. അൽഹംദുലില്ലാഹ്. റാസിയുടെ ഇബാറത്ത് മിണ്ടിയില്ല. എവിടെ പോയി റാസിയുടെ ഇബാറത്ത്? നിങ്ങളുടെ മാസ്റ്റർ പീസ് ഇബാറത്തിന്റെ റാസിയുടെ ഇബാറത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുന്നു. ആ ഇബാറത്ത് മിണ്ടിയില്ല. ഞങ്ങളുടെ വാദത്തിന്റെ തെളിവ് റാസിയുടെ ഇബാറത്താണെന്നാണല്ലോ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത്. ആ ഇബാറത്ത് മിണ്ടിയില്ല. മിണ്ടാട്ടം മുട്ടിപ്പോയി. ഞങ്ങളെ മുമ്പിൽ അത് പറയരുത്. അത് പറയാൻ പറ്റുന്ന ആളുകളോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയരുത്. സക്കരിയ സലാഹി വന്നിട്ട് കാര്യമില്ല. സക്കരിയ സലാഹി എന്താ പറഞ്ഞ? അനസ് മൗലവി ക്ലിപ്പിട്ടതുകൊണ്ട് സക്കരിയ സലാഹി നന്ദിയിൽ വന്നോ? അനസ് മൗലവി ക്ലിപ്പിട്ടത് തെറ്റായിരുന്നോ? അനസ് മൗലവി കാര്യത്തിന് തന്നെയാണ് ക്ലിപ്പിട്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചതാ. നന്ദിയിൽ എന്തേ വരാതിരുന്നത്? നന്ദിയിൽ വന്നാൽ മൂത്രയിച്ചു പോകും സക്കരിയ സലാഹി. ഇത് കാളമൂത്ര സാഹിത്യമല്ല, സുന്നികളോടുള്ള ഏറ്റുമുട്ടലാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് സാക്ഷാൽ സക്കരിയ. എന്നിട്ട് സക്കരിയ സലാഹി ഇവിടെ വരേണ്ട ആവശ്യമില്ല. സക്കരിയ സലാഹി ഞങ്ങൾ ഉള്ളിടത്തേക്ക് വരില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തതെന്ന് സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മാതിരി ഏർപ്പാടൊന്നും പറയണ്ട. എന്തേപ്പോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഖാലിഖല്ല വെറും മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി മുഹിയുദ്ദീൻ ശൈഖിനോട് ഇസ്ലാം ദീനിന്റെ വഴി കാണിച്ചു തരണേ എന്ന് പറയുന്നത് ശിർക്കേ അല്ല, ആണ് എന്നുള്ളതിന് ഒരു ആയത്തോദ്യോ മൗലവി? ഹദീസ് ഓദ്യോ മൗലവി? ഇല്ല. ഇജ്മാ ഓദ്യോ? ഇല്ല. ഖിയാസ് ഓദ്യോ? ഇല്ല. തെളിവില്ല. അപ്പൊ ഞങ്ങളുടെ വാദത്തിന്റെ തെളിവെന്താ? നിങ്ങളുടെ വാദത്തിന് തെളിവില്ല എന്നുള്ളത് തന്നെയാണ് തെളിവ്. അത് അബൂജഹലിന്റെ സ്വന്തം വാദമാണ്. അബൂജഹലിന്റെ വാദം എന്താ? നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളത് KM മൗലവിന്റെ പുസ്തക. KM മൗലവിനെ നിങ്ങൾക്ക് തള്ളാൻ കഴിയോ? നിങ്ങളുടെ അൽ ഇസ്ലാഹിൽ തന്നെ KM മൗലവിനെ വലിയ ആളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ഈ അടുത്തിറങ്ങിയ അൽ ഇസ്ലാഹിൽ KM മൗലവി വലിയ നവോത്ഥാന നായകനായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. അതേ KM മൗലവി തന്നെ എഴുതുന്നു, അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായ ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചിട്ടുള്ളവർക്ക് ദൈവത്വം
ഇലാഹെന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യകർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശിപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ മറ്റു സൃഷ്ടികളുടെ ആരാധനയെ അവർ അർഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് മുശ്രിക്കുകളുടെ വിശ്വാസം. കേവലം ലാത്ത സാലിഹാണെന്നുള്ള വിശ്വാസമല്ല, ഖാലിഖല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസമല്ല, മറിച്ച് ഈ KM മൗലവി തന്നെ വിശദീകരിച്ചു അബൂജഹലിന്റെ വിശ്വാസം എന്താണ് എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ വാദത്തിൽപ്പെട്ട വിശ്വാസമല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതി ഖാലിഖല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അള്ളാഹുവിനോട് പങ്കാളിയാകുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് കൂറുകാരനാകുന്ന രൂപത്തിലുള്ള ബന്ധമാണ് ലാത്തക്കും മറ്റുള്ള ബിംബങ്ങൾക്കുമുള്ളത് എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ മാത്രം പറയല്ല, നിങ്ങളുടെ KM മൗലവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് ഒരുപാട് മുഫസ്സിരീങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മുഫസ്സിരീങ്ങളും അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് നിങ്ങളുടെ ഈ ജൽപ്പനമുണ്ടല്ലോ, ഇലാഹം വ റബ്ബ, ഇലാഹാണെന്നും റബ്ബാണെന്നുമുള്ള ജൽപ്പനം, ഹുവദ്ദലാലു, അവിടെയാണ് അപകടം, വദ്ദഹാബു അനിൽ ഹഖ്, അതാണ് അസത്യമായ വാദം. അല്ലാതെ സ്രഷ്ടാവല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മുഹിയുദ്ദീൻ ശൈഖിനോട് ദീനുൽ ഇസ്ലാമിലേക്കുള്ള വഴി കാണിച്ചു തരണേ എന്ന അർത്ഥത്തിൽ ഇഹ്ദിന എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ തെറ്റല്ല. ഹിദായത്തിനെ പടച്ചു തരണേ എന്ന അർത്ഥത്തിൽ മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പാടില്ല. സൃഷ്ടിപ്പ് അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതേ സമയത്ത് ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് നബിയെ അങ്ങ് ഹിദായത്ത് കൊടുക്കുന്നുണ്ട് എന്ന ആയത്തിൽ പറഞ്ഞ ആ ഹിദായത്ത് ഉണ്ടല്ലോ, ആ ഹിദായത്ത് എന്ന് പറഞ്ഞ ഹിദായത്തിന്റെ നിമിത്തമാവുക, സബബാവുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള ഹിദായത്ത് അത് റസൂലിനോട് ചോദിക്കാം. അത് മാത്രവുമല്ല മുഹിയുദ്ദീൻ ശൈഖിനോടും ചോദിക്കാം. ജിന്നിനോട് ചോദിക്കാം എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ജബ്ബാർ മൗലവി എഴുതിയല്ലോ, ജിന്നിനോട് ചോദിക്കാം, മലക്കിനോട് ചോദിക്കാം, അത് അനുവദനീയമാണ്. ജബ്ബാർ മൗലവി എഴുതാണ്, മലക്കിനോട് ചോദിച്ചാൽ, ഹയ്യും ഹാദിറും ഖാദിറുമായ മലക്കിനോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. സക്കരിയ സലാഹി എഴുതാണ് വിമർശനങ്ങൾ മറുപടി എന്നുള്ള പുസ്തകത്തില്. അതേസമയത്ത് തൗഹീദ് എന്നുള്ള പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതാണ് ശിർക്കല്ല. കൂട്ടരെ, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യത്തിൽ പോലും നിങ്ങൾക്ക് യോജിപ്പില്ലേ? ഇപ്പോ സക്കരിയ ഗ്രൂപ്പ് ഇതാ രണ്ടായിട്ട് പിളരാൻ പോവുകയാണ്. ഒന്ന് ജബ്ബാരിയൻ ഗ്രൂപ്പ്, രണ്ട് സക്കരിയ ഗ്രൂപ്പ്. ഷിർക്കാണെന്ന് പറയുന്ന ഗ്രൂപ്പ്, ഷിർക്കല്ലെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഷിർക്കല്ലെന്ന് പറയുന്ന ഗ്രൂപ്പ് ഷിർക്കാണെന്ന് പറയുന്നവരെ മുശ്രിക്കാക്കുന്നു, ഷിർക്കാണെന്ന് പറയുന്നവരെ ഷിർക്കല്ലെന്ന് പറയുന്നവരെ മുശ്രിക്കാക്കുന്നു. തമ്മിൽ ഷിർക്കാരോപണം നിങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കുരുത്തക്കേട് സംഭവിച്ചതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇമാമിങ്ങൾ മുശ്രിക്കീങ്ങളാക്കിയത് കൊണ്ടാണ്. ഞങ്ങൾ ഗ്രൂപ്പ് എണ്ണം കൂടുന്തോറും നിങ്ങൾക്ക് പണി കൂടുന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ആ ഗ്രൂപ്പായപ്പോ വിചാരിച്ചു രക്ഷപ്പെട്ടു, ഇനി ഈ കട്ടക്കാലം ഉണ്ടാവൂല. ഇപ്പൊ ഇടങ്ങാറ് കൂടി. അപ്പൊ ഞങ്ങള് ഗ്രൂപ്പാങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ കുടുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഏതായിരുന്നാലും അയ്യപ്പ നിങ്ങൾ ബേജാറാകണ്ട. ഞങ്ങൾ ചിലപ്പോ ഇനിയും ഗ്രൂപ്പായി കൂടായില്ല. ഞങ്ങൾ ഇനിയും ഗ്രൂപ്പായി കൂടായില്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട. പക്ഷെ ചോദ്യത്തിന് മറുപടി പറയും, അതല്ലേ വേണ്ടത്. ഇവിടെ വാദം എന്താ? മുജാഹിദ് 2 ഗ്രൂപ്പാണോ 3 ഗ്രൂപ്പാണോ? സമസ്ത 4 ഗ്രൂപ്പാണോ 14 ഗ്രൂപ്പാണോ? ഇതാണോ തർക്കം? ഇതാണോ തർക്കം? ഇവിടെ ചോദ്യത്തിന് മറുപടി പറയും. അതല്ലേ കിട്ടേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ബാക്കിയല്ലേ? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ തേട്ടം ശിർക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെയാണ് അബൂജഹൽ ലാത്തയോട് തേടിയത്. സ്വാലിഹാണ് വിശ്വാസത്തിനാ തേടിയത്. പക്ഷെ ഇലാഹാണെന്നവൻ സമ്മതിച്ചു, നിങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇലാഹിന് കൊടുക്കേണ്ടത് നിങ്ങൾ ശൈഖന്മാർക്ക് കൊടുക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് ശൈഖിനോട് പറ്റോന്ന് ചെന്നവൻ ശിർക്കല്ല. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, എങ്കിൽ വിധി എന്ത്? അനുവദനീയമാണോ അല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതും കൂടി പറഞ്ഞ കാര്യം ക്ലിയറായി. ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി ആവൂലല്ലോ, അതുകൊണ്ട് വിധി കൂടി പറയണം. എന്നിട്ട് മൂപ്പര് പറഞ്ഞതെന്താ? അബൂജഹലിന്റെ വിശ്വാസം പറഞ്ഞു അവർ ഇലാഹം റബ്ബൻ, ഇലാഹം റബ്ബമാക്കീന. എന്തേ മുസ്ലിം ഖാലിഖെന്ന് കിട്ടാഞ്ഞു? അതല്ലേ കിട്ടേണ്ടത്. ഖാലിഖെന്ന് ഉണ്ടെങ്കിൽ വായിക്കി. ലാത്തയെ ഖാലിഖായി കണ്ടു എന്നുണ്ടോ, സൃഷ്ടാവായി കണ്ടു എന്നുണ്ടോ? അത് വായിക്കി. നിങ്ങൾ പറഞ്ഞ എന്താ? സൃഷ്ടാവാന്ന് വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കല്ലാതാ. അബൂജഹലിന് ആ വിശ്വാസം ഇല്ലാന്നാ പറഞ്ഞത്. ലാത്ത സൃഷ്ടാവാന്ന വിശ്വാസം അബൂജഹലിന് ഇല്ല എങ്കിൽ ആ തേട്ടം ശിർക്കല്ല നിങ്ങൾ പറയണ്ടേ? അല്ലെങ്കിൽ അതല്ല മാനദണ്ഡം, മറ്റൊരു മാനദണ്ഡമുണ്ട്.
അതാണ് ഭൗതികം അഭൗതികം. അതിനാ റാസി വായിച്ചത്, അതിനാ ഞങ്ങൾ ആയത്തുദ്ധരിച്ചത്. ഇനിയിപ്പം മൂപ്പരോധി ആയത്ത് ഒന്നും കൂടി മൂപ്പർക്ക് അടിയ. അതെന്താ? അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു ഇന്നക ലാ തഹ്ദി, മറ്റു സ്ഥലത്ത് പറഞ്ഞു ഇന്നക ലതഹ്ദി. അതെ, ഒന്ന് സാധാരണം, ഒന്ന് അസാധാരണം. എത്ര കൃത്യ! റസൂലെ നിങ്ങൾ ഹിദായത്തിലാക്കില്ല, റസൂലെ നിങ്ങൾ വഴി കാണിക്കുന്നു. അപ്പൊ ഒന്ന് വഴി കാണിക്കൽ, അത് സാധാരണം. മനുഷ്യ കഴിവിന്റെ ഉള്ളിൽ ഹിദായത്ത് നൽകുക എന്നുള്ളതോ റബ്ബിന് മാത്രമേ കഴിയൂ, റസൂലിനും കഴിയില്ല. അത് മനുഷ്യ കഴിവിന് അതീതം, അത് അസാധാരണം. അത് നബി ചെയ്യുന്നു വിശ്വസിച്ചാലോ ശിർക്കായി, നബിയോട് തേടിയാലോ ശിർക്കായി. റസൂലുള്ളാഹിയുടെ കാലത്ത്, ജീവിതകാലത്ത് അവിടെ പോയിട്ട് റസൂലെ ഈ ആയത്ത് ഓതിത്തലോചിച്ചാലോ ഒരു കുഴപ്പമില്ല. അതല്ല ഇപ്പൊ ഞങ്ങളും ചെയ്യുന്നത്. തൗഹീദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു ശിർക്കാണോ? അല്ല. ഞങ്ങൾക്ക് ഹിദായത്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? കഴിയൂല. സാധിക്കുന്നു വിശ്വസിച്ചാലോ ശിർക്കായി. അതിൽ നമ്മൾ തർക്കമില്ല. ഏതായിരുന്നാലും ശരി, രണ്ടാമത്തെ ചോദ്യത്തിന് ചുവടെ പിടിച്ചുകൊണ്ട് ഒരു ഉപചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് സിട്ടാവല്ല എന്ന അർത്ഥത്തിൽ തേടിയ ശിർക്കല്ല എന്ന്. എങ്കിൽ ശരി, ആ തേട്ടത്തിന് വല്ല പരിധിയുമുണ്ടോ? റബ്ബിനോട് ചോദിക്കുന്ന ഏതും അങ്ങനെ ചോദിക്കാമോ? അതല്ല, വല്ല പരിധിയുമുണ്ടോ? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ എന്നുണ്ട്, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുണ്ട്. തുടങ്ങിയ തേട്ടങ്ങളൊക്കെയും ഈ റബ്ബന എന്ന സ്ഥാനത്ത് യാ ശൈഖ് എന്നാക്കി തേടിയാൽ വല്ല പരിധിയുമുണ്ടോ ശിർക്കാകാനും ആകാതിരിക്കാനും? അതല്ല, റബ്ബിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സിട്ടാവല്ല മഹാനാണ് എന്ന നിലക്കാണെങ്കിൽ ശൈഖിനോട് ചോദിക്കാമെന്നാണോ? ചോദിച്ചാൽ ശിർക്കല്ല എന്നാണോ? ശിർക്കാകുന്ന വല്ല ചോദ്യവുമുണ്ടോ? ഹറാമായ വല്ല ചോദ്യവുമുണ്ടോ? ജായിസായ വല്ല ചോദ്യവുമുണ്ടോ എന്നുകൂടി അതിന്റെ കൂടെ മൂന്നാമത് ചോദ്യമായി, ഒരു ഉപചോദ്യമായി മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. അതും കൂടെ പറയണം. ഒപ്പം രണ്ടാമത്തിന് മറുപടി പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിട്ടില്ല, അതിന്റെ വിധി എന്ത് എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്, അതിൽ തന്നെ മറുപടി പറയുകയും വേണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്. ഒന്നാമത്തെ അവസരത്തിൽ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ ബാക്കിയാവാൻ. ഒന്നാമത്തെ ചോദ്യത്തിൽ റാസിയുടെ ഇബാറത്തിൽ വന്നോ? റാസിയുടെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധാരണ മാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന്റെ ഞങ്ങളുടെ വാദത്തിന്റെ തെളിവ്, സൃഷ്ടി കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന്റെ തെളിവ് റാസിയുടെ ഇബാറത്താണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ റാസിന്റെ ഇബാറത്ത് വായിക്കാനേ പേടിയായി. സക്കരിയ സലാഹി എന്താ വരാതിരുന്നത് എന്നുള്ളത് ഇപ്പൊ അത് മിണ്ടാനേ പേടിയായി. നന്ദി മുഖാമുഖാണ് പറഞ്ഞേക്കിനെ. സക്കരിയ സലാഹി ഉണ്ടോ ഞങ്ങളേറ്റ് വരുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം എവിടെ? പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചു, എന്താ? ജിന്നിനോട് സഹായം ചോദിക്കൽ, ജിന്ന് മലക്കിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. ഇതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. പാടില്ല, അതാണ് സക്കരിയ മൗലവി എഴുതിയത്. ഞങ്ങളിൽ ഗ്രൂപ്പ് കൂടിയാൽ നിങ്ങൾക്ക് പണിയാകും, ഞങ്ങൾക്ക് നിങ്ങൾ പണി തരരുത് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പ് ഇങ്ങനെ മുശ്രിക്കാക്കി കാണ്ടേ നിങ്ങൾ തമ്മിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ടുള്ള പണി ഞങ്ങൾക്ക് തരരുത്. നിങ്ങളെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കൂട്ടർ മുശ്രിക്കും മറ്റേ കൂട്ടർ കാഫിറും, ഇങ്ങനെ കുഫറും ശിർക്കും കാഫിറേ മുശ്രിക്കേ, ഈ രൂപത്തിലുള്ള ദീനീ പ്രവർത്തനം അത് ബിദ്അത്തിന്റെ വാദമാണ്, നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയല്ല എന്ന് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഞങ്ങൾക്ക് പണി തന്നാലും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഭിന്നിച്ചാൽ ഞങ്ങൾക്ക് പണി കൂടും, അത് ശരിയാണ്. കാരണം അവർക്കും മറുപടി പറയണം, ഇവർക്കും മറുപടി പറയണം. പക്ഷേ നിങ്ങൾ ഭിന്നിക്കരുത്, ദയവ് ചെയ്തിട്ട് ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അബൂജഹലിന്റെ വിശ്വാസം സാലിഹാണെന്ന് മാത്രം വിശ്വാസം ഉണ്ടായിരുന്നത്. ഞങ്ങൾ KM മൗലവിന്റെ പുസ്തകങ്ങൾ വായിച്ചു, തൊട്ടില്ല. KM മൗലവിന്റെ പുസ്തകം കൊണ്ടാണ് മറുപടി പറഞ്ഞു. മൗലവിയുടെ പുസ്തകത്തിന് മറുപടി പറയണം. എന്നിട്ട് ഇബാറത്ത് എവിടെ? ഖാലിഖെന്ന് ഇബാറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇബാറത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇബാറത്ത് കാണിച്ചായിരുന്നോ? കമാ ഖാല ബനൂ ഇസ്രായീല ഇജ്അൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറൻ. സെർച്ച് ചെയ്തോളി, കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അടുത്ത്. ഖാലിഖൻ മുദബ്ബിറൻ, ഞങ്ങൾക്കൊരു ഖാലിഖിനെ ആക്കിക്കൊണ്ട, ഒരു ലോക വിധാതാവിനെ സംവിധായകനെ ആക്കിക്കൊണ്ട, പടച്ച തമ്പുരാനെ നിയമിച്ചുകൊണ്ട എന്നല്ലേ മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടത്, എന്നല്ലേ ശിർക്കിന്റെ ആവശ്യമായി വന്നത്. അപ്പൊ ഖാലിഖൻ മുദബ്ബിറൻ എന്ന തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിതാബ് നോക്കാതെ വരരുതായിരുന്നു,
ഞങ്ങളേറ്റ് മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾ അങ്ങനെ ചിരിച്ചുകാണ്ടേ അങ്ങനെയുണ്ട് ചില ആൾക്കാരായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ചിരിയുടെ വാദപ്രതിവാദം നടത്താറുണ്ട്. പക്ഷെ ഇത് കിതാബിന്റെ വാദപ്രതിവാദമാണ്, ഇത് കാളമൂത്ര സാഹിത്യത്തിന്റെ വാദപ്രതിവാദമല്ല. സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഇത് കിതാബ് വെച്ചുകൊണ്ടുള്ള കളിയാണ്. പിന്നെന്താ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളടത്ത് അത് ഞങ്ങൾ അതിന്റെ അർത്ഥം വെച്ച് വന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്തിനെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതേ സമയത്ത് ഹിദായത്തിന്റെ സബബായി വർത്തിക്കുക എന്ന അർത്ഥമാണെങ്കിൽ അത് റസൂലും മുഹിയുദ്ദീൻ ശൈഖും എല്ലാവരും ചെയ്യുന്നതാണ്. ആ അർത്ഥത്തിലുള്ള ഹിദായത്ത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന് ആയത്തോദനം, ഹദീസ് പറയണം, ഇജ്മാ പറയണം, ഖിയാസ് പറയണം. ഇത് നാലും പറഞ്ഞിട്ടില്ല. അപ്പൊ നാലും ഇല്ല എന്നുള്ളതാണ് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്ലാഹിൽ നിങ്ങൾ തന്നെ എഴുതി ഒരു കാര്യം ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? തെളിവ് പറയേണ്ടതില്ല. ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ് എന്ന് നിങ്ങൾ തന്നെ എഴുതി. നിങ്ങൾ പറഞ്ഞോ ഹിദായത്തിന് സബബാകുക എന്ന അർത്ഥപ്രകാരം ഒരാളുടെ ഹിദായത്ത് ചോദിക്കുക എന്നുള്ളത് ശിർക്കാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിച്ചോ? ഹദീസ് കൊണ്ട് തെളിയിച്ചോ? ഇജ്മാ കൊണ്ട് തെളിയിച്ചോ? ഖിയാസ് കൊണ്ട് തെളിയിച്ചോ? തെളിയിച്ചിട്ടില്ല. 10 തവണ ഞങ്ങൾ ചോദിച്ചു, പക്ഷേ കഴിഞ്ഞ സെഷനിൽ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം. അത് ശിർക്കല്ല, അത് അബൂജഹലിന്റെ വാദമല്ല. അബൂജഹലിന്റെ വാദം KM മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. KM മൗലവി പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ 2013 മെയ് മാസത്തിലെ ഇസ്ലാഹ് ഞങ്ങൾ വായിക്കും. അപ്പൊ നിങ്ങൾ ആകെ വീണോർത്ത് കിടന്ന് ഉരുളേണ്ടി വരും. നിങ്ങൾക്ക് ഇസ്ലാഹാണോ വേണ്ടത്? KM മൗലവിയാണോ വേണ്ടത്? സക്കരിയ സലാഹിയാണോ വേണ്ടത്? ജബ്ബാർ മൗലവിയാണോ വേണ്ടത്? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ഏതായാലും ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി മുശ്രിക്കാണ്, സക്കരിയ മുവഹിദാണ്, സക്കരിയ മുശ്രിക്കാണ്, ജബ്ബാർ മൗലവി മുശ്രിക്കാണ്. ഈ രൂപത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. ദയവ് ചെയ്ത് നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങുക, യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക. ഇമാമുമാർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, അവർ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇമാമുമാർ മുശ്രിക്കുകളാണോ? അല്ല. ആ ഒരു പാഥേയത്തിലേക്ക് നിങ്ങൾ വരിക, ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു, ഇസ്തിഗാസ ചെയ്തു പറയാമെന്നല്ലാതെ എവിടെ ചെയ്തത്? അതല്ലേ കിട്ടേണ്ടത്, അതല്ലേ കിട്ടേണ്ടത്. എന്തേ പറയാത്തത്? ഞാൻ പറയും ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടേ ഇല്ല. നിങ്ങളുടെ ആരോപണം മാത്രമാണ്. ഞങ്ങളുടെ ഇമാമുമാർ ഇസ്തിഗാസ പഠിപ്പിച്ചവർ അല്ല, അത് പാടില്ലെന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുമാർ എന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ആ വക ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് കാര്യമില്ല, അത് സമർത്ഥിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുക. പിന്നെ അനുവദനീയമാണ്, തേടൽ അനുവദനീയമാണ് എന്ന് ജബ്ബാർ മൗലവി എഴുതിയെന്ന ശുദ്ധ അസംബന്ധമാണ്. തേടൽ അനുവദനീയമാണ് എന്ന് ഈ ഇരിക്കുന്ന ജബ്ബാർ മൗലവി ഇന്നേ വരെ എഴുതിയിട്ടേ ഇല്ല, എഴുതിയിട്ടേ ഇല്ല, എഴുതിയിട്ടേ ഇല്ല. തെളിയിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് നേരെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ വക പച്ചക്കളവ് മുമ്പിൽ വന്ന് പറയരുത്. കുറച്ച് കാലമായി നിങ്ങളത് പ്രചരിപ്പിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ശരി, ഇനിപ്പോൾ KM മൗലവിയ, KM മൗലവി എന്താ പറഞ്ഞത്? ദിവ്യത്വം കൽപ്പിച്ചു. അതല്ലേ കൂട്ടർ ഞങ്ങളും പറഞ്ഞത്. അഭൗതികമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ദിവ്യത്തായി. ഖാലിഖാ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഖാലിഖാനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ദിവ്യത്വം വരാൻ അല്ലാഹ് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്താൽ ദിവ്യത്തായി. നിങ്ങൾ പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോടും കൊടുക്കാം, അതേ ദിവ്യത്വമായി. KM മൗലവി പറഞ്ഞതാണ് ശരി. KM മൗലവി പറഞ്ഞ പ്രകാരം നിങ്ങൾ ശിർക്കിൽ തന്നെ, അത് ഇസ്ലാം അംഗീകരിച്ചു. അല്ലാതെ അവിടെ വൈരുദ്ധ്യമില്ല. നിങ്ങൾക്ക് വൈരുദ്ധ്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, വൈരുദ്ധ്യം എന്താന്ന് മനസ്സിലായിട്ടില്ല. എന്ന് പറയാ നിങ്ങൾ അങ്ങോട്ട് ശിർക്ക്, ഇങ്ങോട്ട് ശിർക്ക്. ഞങ്ങളെ പ്രത്യേകത ശിർക്ക് ആര് ചെയ്താലും ശിർക്കാന്ന് പറയും. അത് നിങ്ങൾ ചെയ്താലും പറയും, ഞങ്ങളെ കൂട്ടത്തോളം ചെയ്താലും പറയും. നമ്മളൊപ്പമുള്ളവനല്ലേ മുണ്ടണ്ട എന്ന് പറയില്ല. അതല്ല നിങ്ങൾ നമ്മുടെ വ്യത്യാസം. ഒപ്പമുള്ളവനിൽ ശിർക്ക് വന്നാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഇത് ശിർക്കാണ്, ഇത് ശരിയല്ല. അതുകൊണ്ടല്ലേ ജിന്നും മലക്കും അഭൗതിക എന്ന് എഴുതിയപ്പോ ഞങ്ങൾ തുടർന്ന് പറഞ്ഞത് ഇതാ പണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, അഭൗതിക എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, ബുദ്ധിയും പകതിരുമുള്ളതും പറയൂല, അന്നും ഇന്നും എന്നും ഇതാണ് നിലപാട് എന്ന് എഴുതിയ ആളോടക്കം നമ്മൾ പറഞ്ഞു. കരുവമ്പൊയിലെ ഇത് പറയല്ല, അനസ് മൗലവി ഇത് പറയല്ല, കായക്കൊടി ഇത് പറയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് തന്നെ അമ്പലക്കടവിനോടും പറഞ്ഞു. കാരണം അമ്പലക്കടവും എഴുതി, ജിന്ന
ജിന്ന് അഭൗതികാണ്, മലക്ക് അഭൗതികാണ്, അഭൗതികമായ കഴിവുണ്ട്. നെല്ലിക്കുത്തം പറഞ്ഞു, അന്നൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ക്ലിപ്പിട്ട് പറഞ്ഞു ഇത് പറയാൻ പാടില്ല, ഇത് ശിർക്കൻ വിശ്വാസമാണ് എന്ന്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ സെഷൻ നിങ്ങൾ തൊട്ടിട്ടില്ല. വിധി എന്ത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇമാമിങ്ങൾ ചെയ്തു ആ വഴിക്ക് വരണം എന്ന് പറഞ്ഞാൽ പോരാ, വിധി എന്ത് എന്ന് നിങ്ങൾ പറയണം. ശിർക്ക് അല്ലാതെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. എങ്കിൽ വിധി എന്ത്? ജായിസാണോ, സുന്നത്താണോ, വാജിബാണോ, ഫർളാണോ? തൗഹീദ് ശരിയാവാൻ അത് ആവശ്യമാണോ? അത് ഇസ്തിഹാസ ചെയ്തെങ്കിലേ ഒരാൾ മുഅ്മിനാവൂ എന്നുണ്ടോ? നിങ്ങൾ അത് പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, അബൂജഹല് ലാത്തയും ഉസ്സയും ഖാലിഖാണെന്ന് പറഞ്ഞിട്ടില്ല. ഖാലിഖാണെന്ന് പറഞ്ഞിട്ടില്ല. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് പറയും എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ടും അവന്റേത് ശിർക്കായി. നിങ്ങൾ പറയുന്നു ഖാലിഖാണ് വിശ്വാസല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന പ്രാർത്ഥനയും ശൈഖിനോടാവാം, ഏതുമാവാം എന്നല്ലേ നിങ്ങളുടെ നയം? അതെന്തേ തുറന്നു പറയാൻ നിങ്ങൾക്ക് പ്രയാസവും? ഞാൻ ചോദിച്ചല്ലോ, എല്ലാം തേടാമോ? റബ്ബിനോട് ചോദിക്കുന്ന ഏത് ചോദ്യവും ശൈഖിനോട് ചോദിക്കാമോ? മഖ്ലൂഖാണ്, ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ തുറന്നങ്ങ് പ്രഖ്യാപിക്കൂ നിങ്ങൾ. അപ്പൊ സമുദായത്തിനത് ബോധ്യമാകും. അതുകൊണ്ട് നിങ്ങൾ ശരിയായ പച്ചയായ ശിർക്കിൽ പോയി അകപ്പെട്ടിരിക്കുന്നു എന്ന് ഇനിയും ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഞാൻ നേരത്തെ വായിച്ചല്ലോ നിങ്ങളെ ഫൈസിയുടെ പുസ്തകം. എന്താ പറഞ്ഞത്? സൃഷ്ടാവ് അല്ലാഹു മാത്രമാണെന്ന വിഷയത്തിന് അവിശ്വാസികൾക്ക് പോലും തർക്കത്തിന് സാധ്യമല്ല എന്നാണ്. നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. എന്തു പറയാനുണ്ട്? മൗലവി ഇപ്പോൾ നിലയെല്ലാം വിട്ടിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ മറന്നുപോയി, എവിടേക്കോ ഉള്ളത്. ഇസ്തിഹാസൻ്റെ വിധി എന്ത്? ഇപ്പോൾ പുതിയ ചോദ്യം. ഇസ്തിഹാസൻ്റെ വിധി വാദത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ വാദം ഇസ്തിഹാസ സഹായതേട്ടം ശിർക്കല്ല, അതാണ് ഞങ്ങളെ വിധി. കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതൊന്നും അറിയിട്ടില്ല. ചോദ്യം വിഷയത്തിൽ നിന്ന് തന്നെ മാറിയിട്ടാണ്. ഖാലിഖമ്മ മുദബ്ബിറൻ എന്ന ഇബാറത്ത് വായിച്ച് സദസ്സ് തക്ബീറോടെ സ്വീകരിച്ചു, മിണ്ടിയിട്ടില്ല. കെ എം മൗലവിന്റെ ഫത്വ വായിച്ചു, അതിന് മിണ്ടിയിട്ടില്ല. ഇപ്പം ചോദിക്കുന്നത് എന്താണെന്നറിയോ? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിലുള്ള ചോദ്യത്തിന് ഇപ്പം മറുപടി പറയാ, ജബ്ബാർ മൗലവി എഴുതിയിട്ടില്ല. ഇല്ല ഇല്ല, ആയിക്കോട്ടെ. ഏതായാലും ഞാൻ ഇത് വായിക്കാൻ പോവാണ്, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ടോ ഇല്ലേ? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാകിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തുഹ്ഫത്തുൽ ദാകിരീനിൽ ഷൗക്കാനി പറയുന്നുണ്ട് അത് ജായിസാണെന്ന്, അത് ശിർക്കല്ലെന്ന് ഷൗക്കാനി പറയുന്നുണ്ട്. ആ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. അഥവാ ജിന്നുകൾ നമ്മൾ കാണുന്ന രീതിയിലാണ് പരസ്പരം സഹായതേട്ടം എന്ന നിലക്കാണ്, എന്ന നിലക്കാണെന്ന് സർവ്വസ്ഥലത്തും വിശദീകരിച്ച് നടന്നിട്ട് ഇപ്പൊ എഴുതിയിട്ടേ ഇല്ല ഇല്ല ഇല്ല. കെ മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാണ് ഇവിടെ പറയണത്. ഇവിടെ ചോദ്യം എന്താണ്? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ശിർക്ക് വരൂല എന്ന് എവിടെയുള്ളത്? ഞങ്ങളുടെ വാദവും വ്യവസ്ഥയൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താണ്? അമ്പിയാക്കളോട് ഔലിയാക്കളോട് അവർ മഹാത്മാക്കളാണ്, സ്രട്ടാക്കളല്ല എന്ന നിലക്ക് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് ഞങ്ങളുടെ വാദം. ഈ വാദത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ റാസി എടുത്ത് വായിച്ചു. എന്തിനാ നിങ്ങൾ റാസി കൊണ്ടുവന്നത്? ഞങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ ആ നിർവചനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്താണത്. അതിലെവിടെ ഇബാദത്ത് എന്ന വാക്ക്, അതിലെവിടെ പ്രാർത്ഥന ദുആ എന്ന വാക്ക്, അതിലെവിടെ ശിർക്ക് എന്ന വാക്ക്, അഭൗതികം ഭൗതികം എന്നുണ്ടോ എന്ന ചോദ്യത്തിനാണോ നിങ്ങളെ മറുപടി? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ വളരെ വളരെ ആലോചിച്ചിട്ടാണ് മറുപടി പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, അതുപോലെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദഗതികളും പലജാതി എഴുത്തുകുത്തികളും നടത്തി സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കി സമൂഹത്തിന്റെ മേൽ ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രസംഗം നടത്തുന്ന നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചതാ, ഇബാദത്ത് പ്രാർത്ഥനക്ക് നിങ്ങൾ കൊടുത്ത ഈ നിർവചനത്തിന് തെളിവുണ്ടോ? റാസിയിൽ കൊണ്ടുവന്നു. അതിലെവിടെ പ്രാർത്ഥന എന്ന്, അതിലെവിടെ ശിർക്ക് എന്ന്, അതിലെവിടെയുണ്ട്? ഇപ്പൊ റാസി മിണ്ടണില്ല. നിങ്ങൾ ആലോചിക്കണം. ഇനി ഇത്തഖദൂ റബ്ബൻ മുദബ്ബിറൻ എന്ന ഇബാറത്ത് ഇവിടെ വായിച്ചു, അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല.
കെ എം മൗലവിന്റെ ഈ വരി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കെ എം മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റി നിങ്ങളെ കെ എം മൗലവി. ആരാണ് കെ എം മൗലവി എന്നറിയോ? ഉറുക്കി കെട്ടാം മന്ത്രിക്കാമെന്ന് പ്രസംഗിച്ച, വെള്ളം മന്ത്രിച്ചു കൊടുക്കലുണ്ടെന്ന് പ്രസംഗിച്ചു കൊടുത്ത, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെള്ളം മന്ത്രിച്ചു കൊടുക്കലുണ്ട് എന്ന് സക്കരിയ സലാഹിനെ ഇരുത്തിയിട്ട് മഞ്ചേരിയിൽ വെച്ച് അബ്ദുമോനെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. സുന്നി കുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ മുഖാമുഖത്തിന് വരൂല, കാരണം കിതാബ് തിരിയുന്നവരാണെന്ന് നന്ദിയിൽ പ്രസംഗിച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ക്ലിപ്പോടും. അതെ, നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതിയതെന്താ? അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായി ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചുള്ളവർക്ക് ദൈവത്വം ഇലാഹി എന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യകർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദിവ്യത്വം എന്ന അവസ്ഥ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് എന്ന് നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതിയത് വിഴുങ്ങിയോ? ഇനി അടുത്തത്, ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. ജബ്ബാർ മൗലവി എഴുതിയതെന്ന് ഇവിടെ മുജാഹിദുകൾ തമ്മിൽ പിളർന്നു. ഇവിടെ ഇപ്പൊ നമ്മളെ മൗലവി എന്താ ഇപ്പൊ ചെയ്തെന്ന് പറയാം? അനസിന് മറുപടി പറയത്, അനസിനും കായക്കൊടിക്കും മറുപടി പറഞ്ഞു വിടുന്നു. നിങ്ങൾ വിഷയം സാവസരം മാറിയിട്ടുണ്ട്, നിങ്ങളെ ഗതി മാറിയിട്ട് പ്രസംഗം നടത്തുകയാ. നിങ്ങൾ എഴുതിയത് എന്താണെന്നറിയോ? അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ചോദ്യത്തിൽ ആരാ എഴുതിയത്? നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എഴുതിയത് എന്താണ്? പി ജബ്ബാർ മൗലവി ഇരിക്കുന്ന ആളാ. മുജാഹിദുകളെ ഇനി അത്ര ഒരു ടൈപ്പ് നേതാവ് ഉണ്ടാവൂല, അത്ര വലിയ ആളാ. മൂപ്പരയുടെ വന്നിട്ടുണ്ട്. നാളേക്ക് ഇവര് ഗ്രൂപ്പാവും, നിങ്ങൾ ഗ്രൂപ്പ് ആകരുതേ ഞങ്ങൾ പറയണത്. എന്താ എഴുതിയത്? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻട്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കണേ എന്ന് നിലച്ച പടപ്പുകളെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അഭൗതിക മാർഗത്തിലുള്ള സഹായം തേട്ടമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. അതെ, ശിർക്കല്ല എഴുതിയത് അനുവദനീയമാണ് എന്നല്ല, ശിർക്കല്ലാതെ എഴുതിയത്. അതാ ഞങ്ങൾ ചോദിച്ചത്, അനുവദനീയം എവിടെ എഴുതി? അയാളാണ് ഈ പുസ്തകത്തത്. പറഞ്ഞുതരാ, ബാക്കി ഇപ്പൊ തന്നെ അവിടെ ഇരിക്കുന്നത്. അയാൾ ഈ പുസ്തകത്തത് അനുവദനീയാന്ന് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? എന്താ നിങ്ങൾ വായിച്ചത്? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കോടും ജിന്നുകോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് ഷൗക്കാനി പനൂമിൽ തന്നെയാണ്. എന്താ പറഞ്ഞത്? ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. മൂപ്പരവാദാണെന്നല്ല പറഞ്ഞത്, ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാ എന്ത്? എം ടി ദാരിമി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ശൈഖോട് ഇഹ്ദിനസ് മുസ്തഖീം എന്ന് പറയാം. കണ്ടോ, ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു എന്നറിയോ? എന്താണ് ഇർഫാൻ? ഇങ്ങനെയാണെങ്കിൽ മറ്റേ ചങ്ങായ നല്ലത്. ഈ ഞാൻ പറഞ്ഞത് തേടൽ അനുവദനീയമാണെന്ന് ജബ്ബാർ മൗലവി സ്വന്തം ആശയമായി എഴുതിയിട്ടേ ഇല്ല. കാണിക്കാൻ നിങ്ങൾ സാധിക്കുകയുമില്ല. ശുദ്ധമായ കളവ് വായിക്കരുത്. ജബ്ബാർ മൗലവി എന്താ? ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. ഷൗക്കാനി പറഞ്ഞിട്ടില്ലേ? സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഷൗക്കാനി കിതാബിലില്ലേ? അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നാണോ? അർത്ഥവ്യവസ്ഥയിലേക്കോടി ഷൗക്കാനി പറഞ്ഞത് ശരിയോ തെറ്റോ? ഏതർത്ഥത്തിലാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? തർക്കണ്ടോ? അർത്ഥവ്യവസ്ഥയിലേക്കോടി നമുക്ക് നോക്കാം. ജബ്ബാർ മൗലവി ജിന്നിനോട് തേടാമെന്ന്, തേടൽ അനുവദനീയമാണെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അത് ഹനീഫ് കായക്കുടി പോലും സമ്മതിച്ചതാ. പക്ഷെ ഇയാള് അതിനപ്പുറത്തേക്ക് ആരോ എന്തോ പറഞ്ഞു കേട്ടപ്പോ അത് വിശ്വസിച്ചു പോയി നടത്താം. അപ്പൊ ഇസ്ലാമും വ്യക്തമാണ്, ജബ്ബാർ മൗലവിയുടെ ഈ പുസ്തകം വ്യക്തമാണ്, യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷേ മുസ്ലിയാരെ എവിടെ മറുപടി? ചോദ്യത്തിന് എവിടെ മറുപടി? നിങ്ങൾ വയതു പറഞ്ഞ സമയമല്ലപ്പോ, മറുപടി പറയേണ്ട സമയ. ഞാൻ ചോദിച്ചല്ലോ എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്റെ അതിലേക്ക് നിങ്ങൾ വരാത്തത്? രണ്ടാമത്തെ ചോദ്യത്തിന് ശിർക്കല്ലെന്ന് പറഞ്ഞു. വിധി എന്ത്? മൂപ്പര പറഞ്ഞു വിധി അതന്നെയാണ്, ശിർക്കല്ല അതന്നെ വിധി. എന്താ മുസ്ലിയാരെ, എങ്ങനെ നിങ്ങൾ ഫൈസി ഇർഫാനും ഡബിൾ ഒപ്പായത്? എന്താ വിധി എന്ന് പറഞ്ഞാല്? അഹ്കാമുൽ ഖംസയുണ്ടോ ശിർക്കും തൗഹീദും? ഇനിയിപ്പോ അതും പഠിപ്പിച്ചായിരുന്നോ? വാജിബ്, ഹറാമ്, കറാഹത്ത്, മന്ദൂബ്. നിങ്ങൾ വേണേ ജാമിഅ ഹിന്ദിലേക്ക് പോയി ഞങ്ങൾ പഠിപ്പിച്ചരാം. വിധി അതന്നെയാണ്. അത് പോലെ പറയ്, ഇത് അനുവദനീയാണോ, ഇത് സുന്നത്താണോ, ഇത് വാജിബാണോ, ഇത് ഫർളാണോ? അത് നിങ്ങൾ വായിക്കി, അതല്ലേ പറയേണ്ടത്. മൂന്നാമത്തെ ചോദ്യമോ, എല്ലാം ചോദിക്കാമോന്നാ? റബ്ബിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ, മഹാനാണ് എന്ന വിശ്വാസത്തിൽ മുഹീദ്ദീൻ ശൈഖോട് ചോദിക്കാമോ? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? എന്തേ നിങ്ങൾ പറയാത്തത്? കെ എം മൗലവി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി എന്തിനാണ് വായിച്ചത്? നിങ്ങൾ ചോദിച്ചു എവിടുന്ന് 2 തരം കിട്ടി?
കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിലാണ് റാസി വായിച്ചത് ശിർക്ക് സ്ഥാപിക്കാൻ തന്നെ 2 തരമുണ്ട് എന്ന് വാദിക്കാനാണ് ഞങ്ങൾ വായിച്ചത്. അത് നിങ്ങളും പറഞ്ഞല്ലോ, ഹിദായത്തിന് സബബാവുക എന്ന അർത്ഥത്തിൽ അതന്നെ കാരണം എന്ന് പറഞ്ഞത്. ഈ സബബിനാണ് കാരണം അർത്ഥം വെക്കുക. ഞങ്ങൾ പറഞ്ഞു കാര്യകാരണം, നിങ്ങൾ പറഞ്ഞു സബബ്, രണ്ടും ഒന്നെ. ഇന്നക ലാ തഹ്ദി എന്ന് പറഞ്ഞ ഹിദായത്തേലോ ആ ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഹിദായത്ത്. ഇന്നക ലാ തഹ്ദി എന്ന അർത്ഥമുള്ള ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഹിദായത്ത്. അത് ശൈഖിനോട് പറ്റുമെന്നാ ചോദിച്ചത്. പറ്റു ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതേപോലെ എല്ലാം ചോദിക്കാമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഉദാഹരണം ഞാൻ പറഞ്ഞു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. അത് റബ്ബനാണ് മാറ്റിയിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നതുപോലെ ഏതും പറ്റുമോ? കുതുബിയത്തിലുണ്ടല്ലോ, വനജ്ജിനി മിൻ ലല്ലാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയുദ്ദീനി എന്ന് നിങ്ങൾ പാടുന്നത് കൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. അതും കൂടെ പറയണം. ഏതായാലും മൗലവിക്ക് ഒരു ബിരുദമില്ല. അപ്പൊ ബിരുദമുള്ളവരോട് അസൂയപ്പെടുകയാണ്. നിങ്ങൾക്ക് 3 ബിരുദമുണ്ട്. ബിരുദം വാങ്ങേണ്ട പ്രായത്തിൽ ബിരുദം വാങ്ങണേ. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയാൽ ബിരുദം കിട്ടൂല. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയതുകൊണ്ടല്ലേ ബിരുദം കിട്ടാതിരുന്നത്. എന്നിട്ട് പിന്നെ മുസ്ലിയാർ എന്നുള്ള വാലിങ്ങനെ വെച്ച് നടക്കുക. എന്ത് മുസ്ലിയാര്? 1 കൊല്ലത്തെ മുസ്ലിയാരോ? അപ്പൊ ബിരുദമുള്ളവരോട് അസൂയപ്പെടണ്ട. അപ്പൊ ആ വർത്താനൊന്നും ഇവിടെ പറയണ്ട. പിന്നെ വിധി എന്താണ്? അഹ്കാമുൽ ഖംസയിൽപ്പെട്ട മാത്രമാണോ വിധി? എന്താ വിധി എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ. നിസ്ബത്തു ശൈഇ ഇലാ ആഖിറ, ഒരു വസ്തുവിലേക്കുള്ള ഒരു വസ്തുവിന്റെ ബന്ധമാണ് വിധി എന്ന് പറയുന്നത്. അൽ ഹുക്മു നിസ്ബത്തു ശൈഇ ഇലാ ആഖിറ സവാഉൻ കാന മുസ്ബതൻ അം മൻഫിയ. അത് മുസ്ബത്താണെങ്കിലും മൻഫിയാണെങ്കിലും. അപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞ വിധി എന്താണ്? ഞങ്ങളുടെ വാദത്തിലുള്ള വിധി എന്താണ്? ശിർക്കല്ല എന്നുള്ളതൊരു വിധി തന്നെയാണ്. ഇനി അഹ്കാമുൽ ഖംസയിൽ പെട്ട വിധി പറയണം. എന്നാ അങ്ങനെ ചോദിക്ക്. അഹ്കാമുൽ ഖംസയിൽ പെട്ട വിധി പറയണം എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അതിനുള്ള മറുപടി പറയും. വിധിയുണ്ടോ? വിധിയല്ലേ ഇത്? ശിർക്കല്ല. പിന്നെ അതിന്റെ തെളിവെന്താ? ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. പിന്നെ ഹിദായത്ത് ചോദിക്കാമോ? ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു തരണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നല്ല കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന്റെ സബബായി വർത്തിക്കുക എന്നുള്ള നിലക്ക്. സബബ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിച്ചന സംവാദം നടത്തിയ ആൾക്ക് പോലും സബബ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ത്വരീഖുൻ യൂസിലു ഇലൽ മുറാദ്, അതാ സബബ് എന്ന് പറഞ്ഞാല്. മനസ്സിലാക്കിയോളി. ത്വരീഖുൻ യൂസിലു ഇലൽ മുറാദ്, ഒരു ലക്ഷ്യത്തിലേക്ക് ചേർത്തുന്ന തരീഖ്. അത് ഭൗതികമാവാം അഭൗതികമാവാം ഏതുമാവാം. പക്ഷേ അഭൗതികമായാൽ ശിർക്കാണ് എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ടോ? റാസിയുടെ ഇബാറത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയപ്പോ പിന്നെ ചില ആൾക്കാർ ഇവിടെ ചിരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിയാം റാസിയുടെ ഇബാറത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയപ്പോ ഇതുവരെ ആരും പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതൊന്ന് പൊളിച്ച് അടുക്കണം എന്നുണ്ടായിരുന്നു. പൊളിച്ചടുക്കിയപ്പോൾ പിന്നെ ചില ആളുകൾ ചിരിമുട്ടിയിരിക്കുന്നു. ഇനി അവർ മരിക്കുന്നത് വരെ ചിരിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ, കേവലം മഹാനാണെന്ന വിശ്വാസത്തിലല്ല അബൂജഹലുമാർ അവരുടെ ബിംബങ്ങളോട് സഹായം ചോദിച്ചിട്ടുള്ളത്. ഇജ്അൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറാ, ഖാലിഖാക്കണേ മുദബ്ബിറാക്കണേ എന്നല്ലേ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളെ പറ്റി പറഞ്ഞത്. എന്തേ ആ ഇബാറത്തിനെ പറ്റി ഒന്നും മിണ്ടാതിരുന്നത്? ഞങ്ങൾ ആ വായിച്ച ഇബാറത്തിനെ പറ്റി എന്തേ ഒരക്ഷരം മിണ്ടാതിരുന്നത്? ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാ നേരത്തെ ചോദിച്ചിരുന്നത്. ഇബാറത്താണ് തന്നോ? ആ ഇബാറത്തിനെ പറ്റി ഇപ്പൊ മിണ്ടാട്ടമില്ല, ഇനി മിണ്ടുകയുമില്ല. ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇമാമിങ്ങൾ ആരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശർഹുൽ മുഹദ്ദബിലും തന്റെ ഈളാഹിലും തന്റെ അൽ അദ്കാറിലും പറയുന്നു. എന്താ പറയുന്നത്? മാ ഹക്കാഹുൽ മാവർദിയു വസായിറു അസ്ഹാബിനാ മുസ്തഹ്സിനീന. മാവർദി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, ഖാദി അബു ത്വയ്യിബ് ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു ഇമാമുമാർ ഉദ്ധരിച്ചിട്ടുണ്ട്, എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് പറയണം, വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. നബിയേ, എന്റെ പാപത്തിൽ നിന്ന് പാപമോചനം അർത്ഥിക്കാൻ ഞാൻ ഇവിടെ വരുന്നു, അല്ലാഹുവിനോട് അർത്ഥിക്കാൻ ഇവിടെ വരുന്നു, അങ്ങയോട് ശഫാഅത്ത് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് നല്ലതാണ് എന്ന്
ഇമാം നവവി പറയുന്നു, ഖാദി അബു തയ്യിബ് പറയുന്നു, ഇമാം മാവർദി പറയുന്നു, ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ അക്കാര്യം പറയുന്നു. ഇങ്ങനെ ഒരുപാട് ദശക്കണക്കിന് ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നെടുത്ത് കാണിച്ചു തരണോ? നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഇമാമുമാർ അവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞില്ലേ? ആ സക്കരിയ സലാഹിന്റെ അനുയായികളോടും നേതാക്കളോടും ഞങ്ങൾ പറയട്ടെ, ഈ പറഞ്ഞ ഇമാം നവവി അടക്കമുള്ള ഇമാമുമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതും പഠിപ്പിച്ചതും പകർത്തിയതുമെല്ലാം ശിർക്കായിരുന്നുവെങ്കിൽ ആരെ പരലോകം നഷ്ടപ്പെട്ടത്? ഇമാമിങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പരലോകം നഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ പരലോകം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് പടച്ചു തരട്ടെ. അല്ലാഹു തആലാന്റെ ഹിദായത്തിന് പ്രവാചകൻ ഒരു സബബായി തീരട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ വാദം എന്താണ്? ഖാലിഖല്ല മഹാനാണെന്ന വിശ്വാസമാണെങ്കിൽ അവിടെ ശിർക്ക് വരില്ല. പിന്നെ ശിർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതിന് ഖാലിഖ് എന്ന് തന്നെ വിശ്വാസം വേണോ? വേറെന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റൂലേ? അത് മറ്റൊരു വാദപ്രതിവാദത്തിൽ. ഇത് അവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഇത് ശിർക്കല്ല എന്നുള്ളതാണ്. ഏതായാലും നിങ്ങൾ നടത്തുന്ന അന്നേ ചാടിയോട് ഞാൻ രക്ഷപ്പെട്ടു. അന്നെങ്ങാൻ ചാടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്നത് അല്ല കാത്തു. അൽഹംദുലില്ലാഹ്. ഡിഗ്രി കൂടി എടുത്തെങ്കിൽ ഒരു പക്ഷേ മനസാക്ഷിക്കെതിരായി നിങ്ങൾ കൂടെ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അന്ന് ചാടിയത് അൽഹംദുലില്ലാഹ് വലിയ കിട്ടല. ഏതായാലും 1ാം ക്ലാസ്സിൽ ചാടിയിട്ട് ഇക്കോളത്തിലുണ്ടെങ്കിൽ 2ാം ക്ലാസ് കൂടി തിരഞ്ഞെടുക്കണമെങ്കിൽ എവിടെ എത്തുന്നത് ആലോചിക്കാലോ. പോട്ടെ. അത് ഏതായിരുന്നാലും ഇപ്പൊ ഞാൻ ഹുക്കുമാ പ്രശ്നം. ഹുക്കുമാനായി എന്താന്നാ ഈ കൊലത്താണ് ഈ മൂപ്പര് ഞാൻ അടുത്ത പേപ്പറും വായിക്കും എന്ന് കോടതി വിധിച്ചു. കണ്ടോ അവിടെ ഹക്കാമുൽ ഖംസ ഉണ്ടോ? എന്താ മുസ്ലിയാരെ, അഹ്കാമുൽ ഖംസ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കണ്ടേനാ. ഞാൻ ചോദിച്ചത് എന്താ? ജായിസാണോ, വാജിബാണോ, സുന്നത്താണോ? ഇതിനാണ് കൂട്ടരെ അഹ്കാമുൽ ഖംസ എന്ന് പറയാ. അതും തിന്നിട്ടില്ലേ? പിന്നെ ഡിഗ്രിയോട് എന്താ കാര്യം? 2 അല്ല 20 ഡിഗ്രി ഉണ്ടായി വലിയ കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും പറയുന്നത്, ഇനിയെങ്കിലും പറയും അതിന് അഹ്കാമുൽ ഖംസയിലെ ഹുക്കം എന്ത്? ഇസ്തിഗാസ ജായിസാണോ, സുന്നത്താണോ, വാജിബാണോ? പറഞ്ഞോളൂ. കറാഹത്തും ഹറാമും ചോദിക്കണ ആവശ്യമില്ലല്ലോ. അപ്പൊ ഹുക്കം പറയാതെ പോകാൻ പറ്റൂല. ഏതായാലും നിങ്ങളെ വിധി വല്ലാത്ത വിധി തന്നെ. ഇസ്തിഗാസയുടെ വിധി തെളിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെ വിധിപ്പ് എല്ലാവർക്കും തെളിഞ്ഞു. റാസിന്റെ ഇബാദത്ത് ഞങ്ങൾ പൊളിച്ചു. നിങ്ങൾ റാസിന്റെ ഇബാദത്ത് മാത്രമല്ല, റാസി തഫ്സീറിൽ പഠിപ്പിച്ച ഖുർആന്റെ ആശയങ്ങൾ അത് മുഴുവൻ നിങ്ങൾ പൊളിച്ചു എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഇബാദത്ത് പൊളിച്ചു അല്ല, ഫുള്ള് നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ തന്നെ പൊളിച്ചിട്ടുണ്ട്, തൗഹീദിനെ പൊളിച്ചവരാ നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ അവസാനം ഒരു ഖാലിഖം മുദബ്ബിറാന്നുണ്ട്. ദാരിമി അത് ജൂതന്മാർ ചോദിച്ച ചോദ്യമാണ് മൂസാ നബിയോട്. അബൂജഹൽ ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് എന്താ? അബൂജഹലിന്റെ ചോദ്യ. ജൂതന്മാർ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് പറഞ്ഞതിനാണ് ഖാലിഖം മുദബ്ബിറാ എന്ന് പറഞ്ഞത്. ബൈദാവിയിലുണ്ട്, അതേപോലെ ബഹ്റുൽ മുഹീത്തിലുണ്ട്, പലയിടത്തുണ്ട്. അതൊക്കെ ജൂതന്മാരെ ചോദ്യ. ജൂതന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചുകൂടായില്ല. അതുകൊണ്ട് അതല്ല എനിക്ക് ആവശ്യം. ഞാൻ പറഞ്ഞെന്താ? അബൂജഹലിന്റെ വിശ്വാസത്തിൽ ലാത്ത ഖാലിഖാണെന്നില്ല, ഉസ്സ ഖാലിഖാണെന്നില്ല എങ്കിൽ അവൻ ചെയ്ത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന ചർച്ചയാണല്ലോ വന്നത്. അതിനല്ലേ വായിക്കേണ്ടത്? എവിടെ ഒരു ഖാലിഖെന്ന് അടിച്ചപ്പോ കിട്ടിയില്ല, അതാണ്ട് മൂപ്പാണ്ട് പൊട്ടിച്ചു പോയി. അങ്ങനെ പെടല്ല മുസ്ലിയാരെ. അതിലടിച്ചാ പലരും വരും. ഇത് എവിടെ വന്നു, എന്തേ വന്നു, ആരാന്നൊക്കെ നോക്കണ്ടേ? കിതാബ് ഓതി പഠിച്ചണ്ടേ? അട്ടിക്കൊന്ന് വെച്ചാൽ മതിയോ? ഒന്നെങ്കിലും എടുക്കണ്ടേ, ഒന്ന് വായിക്കണ്ടേ? അല്ല അട്ടിക്ക് ഇവിടെ കുറെ ഉണ്ട് എന്നാ പേടിക്കുന്നല്ല പറഞ്ഞ കാര്യം. അതുകൊണ്ട് അതൊന്നും മറുപടിയല്ല. മാത്രമല്ല റാസി പറഞ്ഞെന്താ? അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. ഇന്നേവരെ ഉണ്ടായിട്ടില്ല അല്ലാഹുവിനെ പോലെ കഴിവുള്ള, അല്ലാഹുവിനെ പോലെ അറിവുള്ള, അല്ലാഹുവിനെ പോലെ ശക്തിയുള്ള ഒരു പങ്കാളി ഉണ്ട് എന്ന് ലോകത്ത് ഇന്നേവരെ ആരും വിശ്വസിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ശിർക്ക് ലോകത്ത് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് ശിർക്ക് വരാൻ അതൊന്നും ആവശ്യമില്ല. അല്ലാഹു റസൂൽ നമ്മോട് പഠിപ്പിച്ചു, ഈ ഉമ്മത്തിൽ ചിലർ ശിർക്കിലേക്ക് പോകും, മുശ്രിക്കീങ്ങളുടെ വഴിയെ പോകും. ഞാൻ ആദ്യമേ ഉദ്ധരിച്ചു. നിങ്ങൾ എന്താ ദുർവ്യാഖ്യാനം ഒപ്പിച്ചത്? ഞാൻ ശിർക്ക് പേടിക്കുന്നില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫത്ഹുൽ ബാരി വായിച്ചു നോക്കി. ഐ അലാ മജ്മൂഇകും എന്നാണ്. നിങ്ങൾ ഒന്നടങ്കം ശിർക്കിലേക്ക് പോകില്ല. ലിഅന്നഹു ഖദ് വഖഅ മിനൽ ബഅദി, കാരണം ചിലരിൽ നിന്ന് ശിർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഹദീസിന്റെ ശറഹിൽ തന്നെ ഫത്ഹുൽ ബാരിയിൽ കാണാം.
നീക്കി വെച്ചാ പോരാ, നിങ്ങൾ അത് വായിച്ചു നോക്കണം. അതുകൊണ്ട് എന്റെ 3 ചോദ്യം അങ്ങനെ തന്നെ കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു കഷ്ണം നിങ്ങൾ പറഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തേടിയ ശിർക്കല്ല, പക്ഷേ വിധി നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ 3 ചോദ്യവും പരിപൂർണമായി നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഞാൻ ചോദിച്ചു, ഈ സമാനമായി തേടാൻ പറ്റോ ഇല്ല എന്നുള്ളത് മൂപ്പര് പറഞ്ഞു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്ന ഏതും ചോദിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു, മൂപ്പര് പറഞ്ഞിട്ടില്ല. റബ്ബന ആത്തിന എന്നുള്ള ചോദ്യം ചോദിച്ചു, അത് പറഞ്ഞിട്ടില്ല. റബ്ബന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഞങ്ങളുടെ റബ്ബേ ആത്തിന ഞങ്ങൾക്ക് നൽകണേ. അതെങ്ങനെ സൃഷ്ടിയോട് ചോദിക്കുവോ? സൃഷ്ടിയെ പറ്റി റബ്ബ് എന്ന് പറയോ? നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് വാക്ക് പേച്ചതാണോ? റബ്ബന ആത്തിന എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു, അതിന്റെ വിധി പറഞ്ഞിട്ടില്ല. റബ്ബന എന്ന് പറഞ്ഞാൽ റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ മാലിക്കു വസ്സയ്യിദു, യജമാനനായ പടച്ച തമ്പുരാനെ പറ്റിയാണ് റബ്ബ് എന്ന് മുസ്ലിമീങ്ങൾ പറയുക. ആ റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ള സഹായത്തേട്ട റബ്ബിനോടേ പറ്റുള്ളൂ. അത് വേറുള്ളവരോട് ചോദിക്കാൻ പറ്റുമോ? അതിൽ അഹ്കാമുൽ ഖംസ ചോദിക്കല. അഹ്കാമുൽ ഖംസ ചോദിച്ചാല പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ? അഹ്കാമുൽ ഖംസ ജായിസാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ശിർക്കെല്ലാം സമ്മതിച്ചോ? ഇവിടെ ഏറ്റുമുട്ടുന്ന വാദങ്ങൾ എന്താണ്? ശിർക്കാണ്, ശിർക്കല്ല, ശിർക്കാണ്, ശിർക്കല്ല. കാരണം ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ജബ്ബാർ മൗലവി മുശ്രിക്കാകും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുദ്ദാകിരീനിൽ ശൗക്കാനി പറഞ്ഞതും ഇതുതന്നെയാണ്. ഇതുതന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ? അനുവദനീയമാണെന്നാണ് മേലെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി പറയുന്നു, വളരെ കൃത്യമായിട്ട് തന്നെ കൃത്യമായി പറയുകയാണ്. എന്താണ്? ഇതുതന്നെയാണ്, ഇതുതന്നെയാണെന്നുള്ള ശൗക്കാനിയല്ല പറയുന്നത്. മനുഷ്യർ തമ്മിൽ ചോദിക്കുന്നത് പോലെ എന്നതിലേക്ക് ഇശാറത്ത് മടക്കിക്കൊണ്ട് ഇതുതന്നെയാണ് എന്ന് പറയുന്നത് ജബ്ബാർ മൗലവിയുടെ വാചകമാണ്. ജബ്ബാർ മൗലവിയുടെ കൃത്യമായ വാചകമാണ്. അതുകൊണ്ട് ജബ്ബാർ മൗലവി തന്നെയാ പറഞ്ഞിട്ടുള്ളത് അനുവദനീയമാണ്. അതിന് ഹനീഫ സമ്മതിച്ചിട്ടുണ്ട്. ഹനീഫ സമ്മതിച്ചുകൊണ്ട് ഇവിടെ ഹനീഫ സമ്മതിച്ചുകൊണ്ട് എഴുത്തല്ലാതെയാവോ? ഹനീഫ എന്ന് പറയുന്നത് നിങ്ങളുടെ ബദ്ധശത്രു അല്ലേ? നിങ്ങളുടെ കൂടെ കിടന്ന ആളല്ലേ? ഹനീഫയുടേത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ പറയുന്നത് ജബ്ബാർ മൗലവി എഴുതിയതിനെ കുറിച്ചാണ്. പിന്നെ കെ എം മൗലവി പറഞ്ഞത് എന്താ? കെ എം മൗലവി വളരെ കൃത്യമായി പറഞ്ഞു, വലിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു തന്നെയാണ്. സർവ്വലോകങ്ങളുടെയും നാഥനും രക്ഷാകർത്താവും ഉടമസ്ഥനും രാജാവുമായ യജമാനൻ അവൻ തന്നെ. എന്നാൽ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യങ്ങളെ പല സംസ്ഥാനങ്ങളാക്കിയും ജില്ലകളാക്കിയും മറ്റും വിഭാഗിച്ചു അവയിലെ മഹാകാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി രാജ്യകാര്യങ്ങൾ നിയന്ത്രിച്ചു അവയെ ഭരിക്കുവാനായി ആ മഹാരാജാക്കന്മാരുടെ പ്രത്യേക സേവകന്മാരെ ഏൽപ്പിക്കുകയും ചെറിയ കാര്യങ്ങളിലെല്ലാം ആ സേവകന്മാർ കൈകാര്യം ചെയ്യുകയും പ്രജകളുടെ കാര്യത്തിൽ അവരുടെ ശുപാർശയെ ചക്രവർത്തിമാർ സ്വീകരിക്കുകയും ചെയ്തു വരാറ് പതിവുള്ളതുപോലെ ദിവ്യത്വം കൽപ്പിച്ചു. അതാ മഹാചക്രവർത്തിമാരുടെ കീഴിലുള്ള ചെറിയ ചക്രവർത്തിമാർക്ക് നൽകുന്നത് പോലെയുള്ള ദിവ്യത്വം കൽപ്പിച്ചു. മറുപടിയാണ് പറയണം. മറുപടി കെ എം മൗലവിന്റെ പുസ്തകം കയ്യിലില്ല എന്നാ തോന്നുന്നത്. ഇതുവരെ അത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യം പറയും. പിന്നെന്താ? ഇജഅല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ. അവിടെ ഖാലിഖം മുദബ്ബിറ എന്നുള്ളത് ജൂതന്മാർ പറഞ്ഞതാണ്, അബൂജഹലിന്റെ വാദമല്ല. അപ്പൊ ജൂതന്മാരെ വിട്ടിപ്പോ അബൂജഹലിന്മ മാത്രം കൂടിക്കാണല്ലേ. എന്നിട്ട് അദ്ദേഹം അതിന്റെ താഴെ പറയാ, വഹാദാ അല്ലാഹു അല്ലാതെ പടച്ചോനുണ്ട് എന്നുള്ള വാദം മിമ്മാലം യൂജദ് ഇലൽ ആന എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജൂതന്മാരോ? ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. അല്ലാഹു അല്ലാതെ പടച്ചോനുണ്ട് എന്നുള്ള വാദം ഇതുവരെ ഒരാൾക്കുമില്ല എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജൂതന്മാരോ? ഈ ഒരാളെന്ന് പറഞ്ഞ ജൂതന്മാരോ? റാസി പറഞ്ഞതാണോ ശരി? നിങ്ങൾ പറഞ്ഞതാണോ ശരി? നിങ്ങൾ പറയുന്ന ജൂതന്മാർക്കാണ് ആ വാദം, അബൂജഹലിന് വാദമല്ല. പിന്നെ പറയാണ് റാസിയിൽ പറയുന്നത് ഒരാൾക്കും വാദമല്ല. അപ്പൊ ആരുടെ വാദാ ശരി? നിങ്ങൾ എന്തിനാ റാസി ഉദ്ധരിച്ചത്? ഉദ്ധരിക്കും നോക്കണ്ടേ? അതിന് മുമ്പ് അതിന് വൈരുദ്ധ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജൂതന്മാരുടെ വാദമാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന്
മുഹിയുദ്ദീൻ ശൈഖിനോടോ റസൂലിനോടോ പറയുന്നത് ശിർക്കല്ല തന്നെ. തെളിവെന്താ? ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല എന്നുള്ളത് എങ്ങനെയാ തെളിവാകുക? അത് തെളിവാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാഹ് മാസിക 2013 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉസൂൽ അനുസരിച്ചാണ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. റാസിയുടെ ഇബാറത്തിൽ എവിടെയാണ്? സലീം ഫൈസി ചോദിച്ചില്ലേ, റാസിയുടെ ഇബാറത്തിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം മനുഷ്യരോട് നടത്തിയാൽ ശിർക്കാകുമെന്നുള്ള വിശദീകരണം എവിടെയാണുള്ളത്? അള്ളാഹുവിൽ നിന്നുള്ള സഹായം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ നസ്ർ കൊണ്ടുള്ള സഹായം, രണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നതും അള്ളാഹു തആല തന്നെ നേർക്കുനേരെ ചെയ്തതാണ് എന്ന റാസിയുടെ ഇബാറത്തിൽ എവിടെയാ നിങ്ങളുടെ വർഗീകരണത്തിന്റെ തെളിവ്? അഭൗതികം ഭൗതികം എന്ന വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദും ശിർക്കും നിശ്ചയിച്ച പുത്തനാശയത്തിന്റെ തെളിവ് എവിടെയാണുള്ളത്? ഒരു സെക്കൻഡ്, ഇത് അവസാനത്തെ ചോദ്യമാണ്. മുജാഹിദ് പക്ഷത്തു നിന്നുള്ള അവസാനത്തെ ചോദ്യവും ഇതിന് അവസാനത്തെ മറുപടി സുന്നി പക്ഷത്തു നിന്നും ഉണ്ടാകും. അതിനുശേഷം പിന്നെ ആരും മൈക്കെടുക്കാൻ പാടുള്ളതല്ല. ഞങ്ങളും മൈക്കെടുക്കുന്നില്ല. മറ്റുള്ള എല്ലാ മൈക്കും പിന്നെ സുന്നി പക്ഷത്തെ മറുപടിയോടുകൂടി ഓഫാണ്. അപ്പം അതുകൊണ്ട് അതിനുശേഷം എല്ലാവരും വളരെ മാന്യമായി തന്നെ പിരിഞ്ഞു പോവുകയും വേണം. ഇനി മറ്റൊരു അവലോകനമോ മറ്റോ ഒന്നും തന്നെ ബാക്കിയില്ല. മുജാഹിദ് പക്ഷത്തെ ചോദ്യം 4 മിനിറ്റ്, അതിനുശേഷം സുന്നി പക്ഷത്തെ മറുപടി 5 മിനിറ്റ്. ഏതായാലും അൽഹംദുലില്ലാ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞു. ഇനിയും ചോദിച്ച് ശവത്തെ കുത്തുന്നില്ല എന്ന് കൂടി പറയാണ്. ഏതായാലും ശരി, അബൂജഹൽ ഒരിക്കലും ലാത്തയും ഉസയും ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. ജൂതന്മാരെ പിടിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. അത് ഇങ്ങോട്ട് വെക്കാൻ പറ്റൂല. പിന്നെന്താ റാസി പറഞ്ഞ പിന്നെ എന്തെങ്കിലും വായിച്ചു അതിലെന്താണത്? യുസാവീഹി ഫിൽ ഇൽമി വൽ ഖുദ്റത്തി വൽ ഹിക്മ എന്ന. അത് ജൂതന്മാരും പറഞ്ഞിട്ടില്ല. അത് ലോകത്തുണ്ടായിട്ടേ ഇല്ല. ജൂതന്മാർക്കും ആ വിശ്വാസമില്ല. നിങ്ങൾക്കുള്ള പോലെ അത്ര പോലും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. നിങ്ങൾക്ക് അതും ഉണ്ട് എന്നർത്ഥം. അതും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഞങ്ങൾക്ക് പറയാനുള്ളത് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ആ റബ്ബിന്റെ തൗഹീദ് അത് വിട്ടാൽ ഇതായിരിക്കും ഗതി. 4 ചോദ്യം ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് പോലും മര്യാദക്കൊന്ന് പ്രതികരിക്കാൻ പോലും നിങ്ങൾക്കായില്ലല്ലോ. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു എന്താ ഹുക്മ് എന്ന്. എന്തെങ്കിലും പറയാൻ മടി? സുന്നി അഫ്കാർ എഴുതിയില്ലേ ഇസ്തിഗാസ സുന്നത്താണ് എന്ന്? എന്തേ തുറന്നു പറയാത്തത്? അഹ്കാമുൽ ഖംസ പറഞ്ഞില്ലല്ലോ. അതേപോലെ ശിർക്കല്ല. തെളിവെന്താ? ശിർക്കാണ് തെളിവില്ലാതെ. തെളിവ് കൊടുത്തില്ലേ? എത്ര ആയത്ത് പറഞ്ഞു? അബൂജഹലിന്റെ വിശ്വാസം അതല്ലേ എടുത്തത്. അബൂജഹൽ ഖാലിഖാണെന്ന് ലാത്തയെ പറ്റി വിശ്വസിച്ചില്ലെങ്കിലും അവന്റെ തേട്ടം ശിർക്കായി. എങ്കിൽ പിന്നെ നിങ്ങളുടെ തേട്ടം മാത്രം എങ്ങനെ ശിർക്കാവാതിരിക്കും? അതിനല്ലേ അത് കൊണ്ടുവന്നത്. പക്ഷേ അതിനെയും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ കുതുബിയത്തിലൂടെ, നിങ്ങൾ നാരിയാ സ്വലാത്തിലൂടെ, നിങ്ങൾ മാലമൗലിദിലൂടെ, നിങ്ങൾ ജാറങ്ങളിലൂടെ റഹ്മാനായ റബ്ബല്ലാത്തവർക്ക് അഭൗതികത കൽപ്പിക്കുന്നു. അതെ, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് തുടങ്ങിയ പ്രയോഗങ്ങൾ നബി സഹായിക്കുമെന്നും നബി പ്രയാസം ദൂരീകരിക്കുമെന്നും നബി ഇടപെടുമെന്നും ഒക്കെയാണല്ലോ നിങ്ങൾ വ്യാഖ്യാനം നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസവും അതാണല്ലോ. ആ നാരിയാസ്ലാത്ത് അടക്കമുള്ള ഖുതുബിയത്തടക്കമുള്ള റാത്തീബും മാലയും മൗലീദും അടക്കമുള്ള പദ്യഗദ്യങ്ങളിലൂടെ ഈ ശിർക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാറങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി തേടാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഭൗതികമായ കാര്യങ്ങളിൽ, അസാധാരണമായ കാര്യങ്ങളിൽ, സബബുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ, അതേ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വിഷയങ്ങൾ റബ്ബല്ലാത്തോട് ചോദിച്ച് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു. ഇലാഹിന്റെ സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെടുന്നു. അത് ശിർക്കായി മാറുന്നു. ഇലാഹാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖാലിഖാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന പണി അതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൂ. റബ്ബിനോട് മാത്രം തേടൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പദങ്ങളിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പോരാ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കിടയിൽ വിവാദമുണ്ടായപ്പോൾ ഇനി നിങ്ങളെ എതിരിടാൻ ഞങ്ങൾ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിവാദവും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി നൽകി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ജിന്ന് പറയേണ്ട സ്ഥലത്ത് ജിന്ന് പറയും, ശൈത്താൻ പറയുന്ന സ്ഥലത്ത് ശൈത്താൻ പറയും. ഇത്തരം ആളുകൾ ഫിത്ന പറയുന്നിടത്ത് അതും പറയും. ജിന്നിന്റെ സമയം കഴിഞ്ഞു, ശൈത്താന്റെ സമയം കഴിഞ്ഞു. ഞങ്ങൾ ആൾക്കാരും പഠിച്ചു. ഇനി ഇതാ നിങ്ങൾക്കെതിരെ തന്നെ ഇന്ന് മുതൽ ഇതൊരു ഇറക്കമാണ്, ഇത് തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നിങ്ങോട്ട് ആഞ്ഞടി തന്നെയാണ്. മണ്ണാർക്കാട് നിന്ന് സുലൈമാൻ സഖാഫിയും സമതയത്തും പോയതുപോലെ ഇതാ ഈ മംഗലാപുരത്ത് നിന്ന് ഇർഫാനിയും
ദാരിമിയും അവിടെ ഖാലിഖിയത്ത് വാദവും ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതുമായി ഇവർ വരില്ലെന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ ലാസ്റ്റും ചോദ്യമില്ല, ഇവർ ചോദ്യം ചോദിച്ചിട്ടില്ല. ആദ്യത്തിലും ചോദ്യമില്ല, ചോദ്യം ചോദിക്കുമ്പോൾ വെല്ലടിച്ച് കഴിഞ്ഞു പോയി. അതിന് ഒരു വളവ് വിദ്യാക്കിയാണ്. 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു, ഞാൻ അതിന് വിലയിരുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ശിർക്ക് വരൂലെന്നെവിടെ? ഞങ്ങൾ അങ്ങനെ വാദത്തിൽ വ്യവസ്ഥയിൽ എഴുതിയിട്ടില്ല. ഞങ്ങളുടെ വാദം മഹാന്മാരോട് വഫാത്തായതിനു ശേഷം അവർ മഹാന്മാരാണെന്ന നിലക്ക് സഹായം തേടിയാൽ ശിർക്കാവൂല എന്നാണ്. അതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തെ പറ്റിയല്ല ചോദ്യം. ആ വാദത്തിൽ ചോദ്യം തട്ടുന്നേയില്ല. രണ്ടാമത്തെ ചോദ്യം, അതിൽ അഹ്കാമുൽ ഖംസ ഉണ്ടോ? അതിൽ ശിർക്കാണോ തൗഹീദാണോ എന്ന് തിരിയാത്ത കാര്യത്തിലാണ് അഹ്കാമുൽ ഖംസ പറയാ. അത് സുന്നത്താണോ? ആദ്യം ശിർക്കോ തൗഹീദോ സ്ഥാപിക്ക്. മൂന്നാമത്തെ ചോദ്യം, മൊയ്യീൻ ശൈഖിനോട് ഹിദായത്ത് തേടാൻ പറ്റുമോ? അത് സബബായി അനുവർത്തിക്കുമെന്ന നിലക്ക് ചോദിക്കാമെന്ന് കൃത്യം മറുപടിയും കൊടുത്തു. വളരെ വ്യക്തമായി മനസ്സിലായി. ഇനി ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, റാസിയെ പറ്റി ഇബാറത്ത് ഇവിടെ ഒരുപാട് ചർവണ നടത്തി അവസാനം മുക്കി മിണ്ടിയിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടോളൂ വിഷയം. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, സൂറത്ത് അൻആം 164. നബി അവരോട് ചോദിക്കണം, അള്ളാഹു അല്ലാത്ത റബ്ബുകളെ ഞാൻ തേടണോ? അപ്പൊ അവർ റബ്ബിനെ വെച്ച് പുലർത്തിയത് കൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരുപാട് റബ്ബുകളെ. ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി മാത്രം റബ്ബാണെന്ന് പറഞ്ഞാൽ വല്ലോ അവർ തിരിഞ്ഞു കളയും. അപ്പൊ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസത്തിന് അവനെതിരാണ്. മാത്രമല്ല അതിനെയൊക്കെ ജമ്മു ചെയ്തുകൊണ്ട് എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇതാ അവിടുത്തെ തഫ്സീറിൽ പറയുന്നു. അതിന്റെ അന്തിമം ഒരുപാട് ചർച്ചകൾ മുഫസ്സിറുകൾ നടത്തിയതിന്റെ അന്തിമം, വലാകിൻ അദമു ഈഖാനിഹിം ഹുവല്ലദീ യഹ്മിലുഹും അലാ ദാലിക. അവർ പലതും അല്ലാഹുവിനെ പറ്റി ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലും വലാകിൻ അദമു ഈഖാനിഹിം, അവർക്കതിൽ യഖീനില്ല, ഉറപ്പില്ല. ബല്ലാ യുഖിനൂൻ. സൂറത്ത് തൂർ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക എന്ന ആയത്തിന് ഇമാം ഇബ്നു കസീർ തഫ്സീർ പറയാൻ യുർഷിദു തആല അല്ലാഹു പറയുന്നത് അൽ-ഉസാത വൽ മുദ്നിബീന, എല്ലാ തെറ്റുകാരോടും ഇദാ വഖഅ മിൻഹും, അവരിൽ തെറ്റ് സംഭവിച്ചാൽ, അൽ-ഇസ്യാൻ കുറ്റങ്ങൾ സംഭവിച്ചാൽ, അയ്യതു ഇല റസൂലി, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി, വയസ്തഗ്ഫിറുല്ലാഹ ഇന്ന, റസൂലുള്ളാഹിന്റെ അടുത്ത് ഇസ്തിഗ്ഫാർ നടത്തണം, വയസ്അലൂഹു യസ്തഗ്ഫിറ ലഹും, അവർക്ക് റസൂൽ പൊറുക്കലിനെ തേടാൻ വേണ്ടി അല്ലാഹു റസൂലുള്ളാഹിനോട് അവർ ചോദിക്കണം. എങ്ങനെ അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം, അവരെ അല്ലാഹു തൗബ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജീവിതകാലത്ത് മാത്രമല്ല എന്നറിയിക്കാൻ ബഹുമാനപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ മരണത്തിന് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു തേടുന്ന ഉഖബയുടെ ഒരു സംഭവം, ഈ സംഭവം ഇബ്നു കസീർ എടുത്തു വെച്ചതിൽ നിന്ന് വഫാത്തിന് ശേഷവും ഈ ആയത്ത് ബാധകമാണ്. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും എന്ന ആയത്തിന്റെ താൽപര്യപ്രകാരം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽ ബഹ്റുൽ മുഹീത്ത് എന്ന തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഈ വലിയ ആധുനിക ഖുർആൻ പണ്ഡിതനായ തന്താവി ഇബ്നു കസീറിന്റെ വരിയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, റഹിമല്ലാഹു ഇബ്നു കസീർ ഇദ് ഖാല ഫീ തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിന് ഈ തഫ്സീർ പറഞ്ഞതിന് ഇബ്നു കസീറിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ബഹുമാനപ്പെട്ട അൽ ബഹ്റുൽ മുഹീത്ത് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അതിന്റെ മുസന്നിഫ് പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നതിന് എന്ത് കാരണങ്ങൾ ഉണ്ടായാലും, ഏത് കാരണങ്ങൾ ഉണ്ടായാലും, ഞാൻ വായിക്കുന്ന വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, മുഅ്മിനീങ്ങളിൽ നിന്ന് എന്ത് മാസിയത്തുകൾ ഉണ്ടായാലും നബിയെ നിങ്ങളടുത്ത് വരണം, ഫസ്തഗ്ഫിറുല്ലാഹ ബിൽ ഇഖ്ലാസി, ഇഖ്ലാസോടെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ നിന്ന് പടച്ചവനോട് തേടണം, വയതദറു ഇലൈക, നിങ്ങളിലേക്ക് അവർ ഉദ്ർ ബോധിപ്പിക്കണം, അല്ലാഹുവിന്റെ അടുത്ത് വന്ന് ഉദ്ർ ബോധിപ്പിക്കണം. ഇത് വഫാത്തിന് ശേഷം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഉത്ബിയുടെ സംഭവം, സമാനമായ സംഭവം ഇവിടെയും എടുത്തു വെക്കുന്നു. ഇതേ തഫ്സീർ ബഹുമാനപ്പെട്ട ഒരു പടി മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ്, അവിടുത്തെ അദ്കാർ, അതുപോലെ തന്നെ അവിടുത്തെ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം മാവർദി, അതുപോലെ തന്നെ 4 മദ്ഹബിന്റെ ഇമാമുകൾ, സർവ്വ ഇമാമുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന അധ്യായം വിശദീകരിക്കുമ്പോൾ വലൗ അന്നഹും ഇല്ലമു എന്ന ആയത്ത് വിശദീകരിക്കുമ്പോഴും 10-ലധികം 25-ലേറെ ഉദ്ധരണികൾ 10-ലധികം തഫ്സീറുകൾ മാത്രം ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് നബിയോട് ഉത്ബി വിളിക്കുന്ന സംഭവം വേറെ സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്ത് വഫാത്തിന് ശേഷവും ബാധകമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ വാദം. ആ വാദം